Good morning, all. So, ഇനി audible ആണെന്ന് വിശ്വസിക്കുന്നു. Okay. We can just wait for. We can wait for 1 minute so that everyone can come. So, നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? Last class. Yesterday's class we have discussed the examples, important examples of direct taxes. That is income tax, അതുപോലെ corporate tax ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സ് ചാർട്ടർ which was announced by the government during 2020 budget അത് നമ്മൾ നോക്കി. അതുപോലെ പാനൽ ഓൺ ഡയറക്ട് ടാക്സ് കോഡ്, നമ്മുടെ ഇന്ത്യയിലെ ഡയറക്ട് ടാക്സ് സ്ട്രക്ചർ റിവൈസ് ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതാണ് പാനൽ ഓൺ ഡയറക്ട് ടാക്സ് കോഡ്. അതിന് ഇനീഷ്യൽ ഹെഡ് അരവിന്ദ് മോഡി, പിന്നീട് അഖിലേഷ് രഞ്ജനായി. സോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയായിരുന്നു, അത് ഇന്നും അത് നടപ്പിലായിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കി അല്ലേ? സോ എനി ഡൗട്ട് ഫ്രം ദ ലാസ്റ്റ് ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൊമസ്റ്റിക് കമ്പനീസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, എക്സംഷൻസ് അലൗഡ് ഉണ്ട്, എക്സംഷൻസ് നോട്ട് അലൗഡ് ഉണ്ട്. അപ്പൊ അത് ആ എക്സംഷൻസ് അത് ചൂസ് ചെയ്യുന്ന സാർ ഡൊമസ്റ്റിക് കമ്പനി. ഇപ്പൊ എക്സാമ്പിൾ ടാക്സ് റെജിമിന്റെ കാര്യത്തില് ഈ ടാക്സ് പേര് ചൂസ് ചെയ്യുന്നു, അതുപോലെ ഈ എക്സംഷൻസിന്റെ കമ്പനീസ് ആണ് ചൂസ് ചെയ്യുന്നത്, ഗവൺമെന്റ് ആണ്? കമ്പനീസ് ചൂസ് ചെയ്യുന്നത്. കമ്പനീസ് തീരുമാനിക്കാം അവർക്ക് പഴയ സ്ലാബ് അല്ലെങ്കിൽ എക്സംഷൻ ഉള്ള പഴയ സ്ലാബ് വേണോ, എക്സംഷൻ ഇല്ലാത്ത പുതിയ സ്ലാബ് വേണോ. നമ്മൾ പറഞ്ഞല്ലോ, പഴയ സ്ലാബില് 400 കോടി ടേൺ ഓവർ മേലെയാണെങ്കിൽ 30% ടാക്സ് വരുന്നത്. 400 കോടി ടേൺ ഓവർ താഴെയാണെങ്കിൽ 25% ടാക്സ് വരുന്നു. ദെൻ പുതിയ കമ്പനി ആണെങ്കിൽ, സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർക്ക് മാത്രമാണ് എന്ത് ഈ പറഞ്ഞ 15% അളവുള്ളത്. മറ്റുള്ള കമ്പനികൾക്ക്, ഓൾഡ് കമ്പനീസ്, ഇന്ത്യയിലുള്ള മറ്റ് കമ്പനീസിന് ദേ ക്യാൻ either ചൂസ് ഓൾഡ് സ്ലാബ് അല്ലെങ്കിൽ ന്യൂ സ്ലാബ് ഉണ്ടല്ലോ 22%. കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ റിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. മറ്റതാണെങ്കിൽ റിഡക്ഷൻസ് ഒന്നുണ്ട്, അലൗഡ് ആണ്. ഓക്കെ. സ്റ്റാർട്ടപ്പിന് എന്താ പറഞ്ഞത്? സ്റ്റാർട്ടപ്പിന്റെ 15% എന്ന് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ. ഡൊമസ്റ്റിക് കമ്പനീസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാർട്ടപ്പ് 2019 മുതൽ 2019 ഒക്ടോബർ 1 ശേഷം എസ്റ്റാബ്ലിഷ് കമ്പനികൾക്ക് നിലവിൽ 5 വർഷത്തേക്കാണ്, 2024 മാർച്ച് 31 വരെ അവരുടെ ടാക്സിൽ എന്തുണ്ട്, ഇളവുണ്ട്. 15% മതി അവരുടെ ടാക്സ്. ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ, പറഞ്ഞില്ലേ? പിന്നെ ഫോറിൻ കമ്പനിയാണ്, അവർക്ക് 40% മേലെയാണ് ടാക്സ് വരുന്നത്. സോ ഈ പറഞ്ഞ ഫോറിൻ കമ്പനിയുടെയും ഡൊമസ്റ്റിക് കമ്പനിയുടെയും ടാക്സ് ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പാനൽ ഓൺ ഡയറക്ട് ടാക്സ് കോഡ് റെക്കമെൻഡേഷൻ നൽകുന്നത്. അത് നടപ്പിലായിട്ടില്ല. ഇപ്പോഴും എന്താണ്, ഡിഫറെന്റ് ടാക്സിനാണ് ലഭ്യ ചെയ്യുന്നത്. ഓക്കെ. സോ എനി ഡൗട്ട്? വേറെ ആളുകൾ? സംശയമൊന്നുമില്ല? ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു ഇന്നലെ? ഇൻകം ടാക്സ്, അതിലെ ഡിഫറൻറ്റ് സ്ലാബ്, പഴയ റെജീമിലെയും പുതിയ റെജീമിലെയും ഇൻകം ടാക്സ് സ്ലാബ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് സർചാർജ് ലഭ്യ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് സെസ് ലഭ്യ ചെയ്യുന്നത് പറഞ്ഞു. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ പറഞ്ഞു. നിലവിൽ ഇപ്പോൾ 2 റെജീമുണ്ട്. ഓൾഡ് റെജീമിനകത്ത് എക്സെപ്ഷൻ അലൗഡ് ആണ്, എന്നാൽ 2019 വന്ന പുതിയ ചേഞ്ചിനകത്ത് എക്സെപ്ഷൻ ഇല്ലാത്ത ഒരു സ്ലാബ് കൂടെ വന്നു. അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് സെപ്പറേറ്റ് റേറ്റ് വന്നു, ഫോറിൻ കമ്പനിയുടെ റേറ്റ് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇതായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ. സോ നൗ we are going to discuss about a new tax which is called as MAT,
minimum alternate tax. എന്താണ് minimum alternate tax? Yes. കിട്ടി, നമ്മുടെ ആ പേനൊക്കെ വിട്ട് കിട്ടി. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയത്. കാരണം ഭയങ്കര ഇതായിരുന്നു, തിക്നെസ് കുറവായിട്ടുള്ള കൈയാണ്. സോ അടുത്തെന്താ പഠിക്കുന്നത്? മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഓർ മാറ്റ്. സോ മാറ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് ആക്ച്വലി, ഈ മാറ്റ് കോർപ്പറേറ്റ് ടാക്സിനകത്ത് വരുന്നതാണ്. മാറ്റ് ഈസ് ആക്ച്വലി എ പ്രൊവിഷൻ അണ്ടർ കോർപ്പറേറ്റ് ടാക്സ് റെജീമാണ്. നമ്മുടെ കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ ടാക്സ് രണ്ടും സെയിം ആണ് കേട്ടോ. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാലും കോർപ്പറേഷൻ ടാക്സ് പറഞ്ഞാലും ഓപ്പറേഷൻ അല്ല, കോർപ്പറേഷൻ. സോ കോർപ്പറേറ്റ് ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കമ്പനീസ് ഇൻകം ടാക്സ്, ഇതെല്ലാം പറഞ്ഞ എന്താ? കോർപ്പറേറ്റ് ടാക്സ് തന്നെയാണ്. സോ പറഞ്ഞ എന്താ വെച്ചാൽ മാറ്റ് ഓർ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രൊവിഷൻ, എ സ്പെഷ്യൽ പ്രൊവിഷൻ അണ്ടർ ദ കമ്പനീസ് ടാക്സ് റെജീമാണ്. സോ കമ്പനീസ് ടാക്സ് റെജീമിലെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് ഈ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. സോ ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ സെപ്പറേറ്റ് സെക്ഷൻ ഇൻ ഇൻകം ടാക്സ് ആക്ട്, സെക്ഷൻ 150 JB of IT Act of 1961. സോ നമ്മുടെ IT Act of 1961 സെക്ഷൻ 115 JB എന്നൊരു പുതിയ സെക്ഷൻ ഉൾപ്പെടുത്തി അങ്ങനെ കൊണ്ടുവന്ന ടാക്സ് ആണെന്ത്? മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. ആൻഡ് ദിസ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് 1987. അതിനുശേഷം അത് ഒരു വർഷം കഴിഞ്ഞ് അബോളിഷ് ചെയ്തു. എന്നിട്ട് പിന്നീട് 1997 മുതൽ ദിസ് ടാക്സ് ഈസ് കറന്റ്ലി ലെവിഡ് സിൻസ് ദെൻ. സോ ഇനിഷ്യലി വന്നത് 1987 ഇനിഷ്യലി മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് വരുന്നത്. 1987 മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് 1990 ഒക്കെ ആയപ്പോൾ അത് അബോളിഷ് ചെയ്തു. എന്നിട്ട് പിന്നീട് 1997 ഗവൺമെന്റ് ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് സിൻസ് ദെൻ മാറ്റ് ഈസ് ദെയർ ഇൻ ദ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ മാറ്റ് നോക്കാം. വാട്ട് ഈസ് ദിസ് മാറ്റ്? നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ടാക്സ് ഇൻ ആക്ച്വൽ കേസ് രണ്ട് വിധേനയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു കമ്പനിയുടെ ടാക്സ് രണ്ട് വിധേനയാണ് എന്ത്? അവർ കൊടുക്കേണ്ട ഇൻകം ടാക്സ് രണ്ട് വിധേനയാണ് മെഷർ ചെയ്തത്. ആൻഡ് ഒന്ന് യൂസിങ് നെറ്റ് പ്രോഫിറ്റ്, using the sections under using the provision under Income Tax Act 1961 ഇൻകം ടാക്സ് ആക്ട് പറയുന്ന പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നോർമൽ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കോർപ്പറേറ്റ് ടാക്സ്. സോ നോർമൽ കേസിൽ IT ആക്ടിലുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ കാൽക്കുലേറ്റ് നെറ്റ് കുറച്ചു പേര് ജോയിനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ജോയിൻ ആയിട്ടുണ്ടോ എല്ലാവരും? ഹലോ, ഓക്കെ എന്നെ കുറച്ചുപേര് വിളിച്ചു ഇപ്പൊ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ. ഓക്കെ
So I will recollect. So what we are discussing is minimum alternate tax. MAT. So if you want to screen share it, white screen share it. You get notification on the Southern Lake in the air under the pop up will candidate waiting on it. No pop up Milla. I don't know. Okay. So number parliament minimum alternate tax and the So and a match or minimum alternate tax. Match in the Varnal. It is actually a special provision or special type of corporate tax and discuss the corporate tax in there, but a provision on the minimum alternate tax in the Varna. And e tax 1987 government introduced it. And this tax existed for a period of 2 years. Adishesham 1990 ഇത് അബോളിഷ് ചെയ്യപ്പെട്ടു. പിൽക്കാലത്ത് 1997 ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് യു ക്യാൻ സി സിൻസ് ദെൻ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തില് മാറ്റ് എന്ന പ്രൊവിഷൻ നിലനിൽപ്പുണ്ട്. അതുകൂടാതെ തന്നെ when this MAT was introduced, the government introduced a new section, that is section 115JB in the section Income Tax Act nathu government ഉൾപ്പെടുത്തി. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ the main aim എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് മാറ്റ് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mainly to tax zero tax companies. ഇന്ത്യയിൽ ഉള്ള സീറോ ടാക്സ് കമ്പനീസിനെ ടാക്സേഷൻ അതിനൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് എന്തുകൊണ്ടെന്ന് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഓർ മാറ്റ് എന്ന പ്രൊവിഷൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ മാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് മെയിൻലി ടു ടാക്സ് സീറോ ടാക്സ് കമ്പനീസ് ഇൻ ഇന്ത്യ. സോ നമുക്ക് എന്താണ് പറയാത്, എന്താണ് സീറോ ടാക്സ് കമ്പനീസ്? അതിനു മുന്നേ നമുക്ക് നോക്കാം ഹൗ മാറ്റ് ഈസ് കാൽക്കുലേറ്റഡ്, എങ്ങനെയാണ് മാറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഒരു കമ്പനി എടുക്കാം. ഈ കമ്പനിയുടെ ടാക്സ് ഇൻ ആക്ച്വൽ കേസ് രണ്ട് രീതിയിലാണ്, രണ്ട് വിധേനയാണ് മെഷർ ചെയ്യുന്നത്. ഒന്ന്, യൂസിംഗ് ദ പ്രൊവിഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. ദെൻ യൂസിംഗ് ദ പ്രൊവിഷൻ അണ്ടർ കമ്പനീസ് ആക്ട്. സോ നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് കമ്പനി ദേ ഹാസ് ടു രജിസ്റ്റർ അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരമാണെന്ത് ആ കമ്പനി ലൈസൻസ് എടുക്കുന്നത് അല്ലെ രജിസ്റ്റർ ചെയ്യുന്നത്. സോ കമ്പനീസ് ആക്ട് പ്രകാരവും അതുപോലെ IT ആക്ടിലെ സെക്ഷൻസ് പ്രകാരവും ഒരു കമ്പനിയുടെ ലാഭം എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ ടാക്സ് എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാം. അതിനൊക്കെയാണെങ്കിൽ ആസ് പെർ IT ആക്ട്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ ലാഭം will be measured as net profit. നമ്മൾ ഇന്നലെ കണ്ടു, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ ലാഭം നമ്മൾ മെഷർ ചെയ്യുന്നതിന് എന്താ പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്നാ പറയുന്നത്. സോ എങ്ങനെയാ കിട്ടുന്നത്, ഒരു കമ്പനിയുടെ മൊത്തം ലാഭമുണ്ട്, ഒരു കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഡിഡക്ഷൻസ്, എക്സംഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. സോ ഒരു കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്ന എക്സംഷൻസ്, ഡിഡക്ഷൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്നതായിരുന്നു എന്ത്, നെറ്റ് പ്രോഫിറ്റ്. ആൻഡ് ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റിന്റെ സപ്പോസ് 25% അല്ലെ 30% എന്ന് പറഞ്ഞ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ടാക്സ് ലെവി ചെയ്യുന്നു, ഡിപ്പെൻഡിങ് ഓൺ ദ ടേൺ ഓവർ. അടുത്ത് പറഞ്ഞതാണ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ടാക്സ് വാല്യുവേഷൻ. ആൻഡ് യു ക്യാൻ സി ആസ് പെർ കമ്പനീസ് ആക്ട് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ്. ആൻഡ് ദിസ് ബുക്ക് പ്രോഫിറ്റ് ഈസ് ആക്ച്വലി ദ ടോട്ടൽ പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ ഇൻകം ടാക്സ് പ്രതിപാദിക്കുന്ന ഈ ടോട്ടൽ പ്രോഫിറ്റ് ആണെന്ത്,
ഈ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ബുക്ക് പ്രോഫിറ്റ് തരാൻ കാരണം ദിസ് ഈസ് ദ പ്രോഫിറ്റ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബുക്ക് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് പ്രതിപാദിക്കുന്ന ലാഭം അതാണെന്ത്? ബുക്ക് പ്രോഫിറ്റ്. നമുക്കറിയാം, ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ എക്സ്പെൻസ്, അതുപോലെ അവരുടെ റിട്ടേൺസ്, അല്ലെങ്കിൽ അവരുടെ അവരുടെ വിറ്റുവരവ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ എവറി കമ്പനി യൂസ് ടു റെക്കോർഡ് their transactions. എന്തൊക്കെ സാധനം വാങ്ങിച്ചു, എന്തൊക്കെയാണ് അവരുടെ ചെലവുകൾ, അതുപോലെ എന്തൊക്കെ വരവ് അവർക്ക് കിട്ടി, വാട്ട് ഈസ് ദെയർ ടേൺ ഓവർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ, ഒരു കമ്പനിയുടെ ഡേറ്റ ഷീറ്റിനകത്ത് കാണുന്ന ലാഭം അതാണെന്ത്? ബുക്ക് പ്രോഫിറ്റ്. സോ യു ക്യാൻ സീ ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് വിച്ച് ഈസ് മെഷേർഡ് by subtracting expenses from the turnover. ആ കമ്പനിയുടെ വിറ്റുവരവ്, ആ കമ്പനിയുടെ മൊത്തം വിറ്റുവരവിൽ നിന്ന് അവരുടെ എക്സ്പെൻസസ് ഫോർ റോ മെറ്റീരിയൽസ്, എക്സ്പെൻസസ് ഫോർ പ്രൊമോഷൻ, അതെല്ലാം കുറച്ച് ശേഷം കിട്ടുന്നതാണെന്ത്? ആ കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ്. സോ ഒരു കമ്പനിക്ക് കിട്ടിയ മൊത്തം പൈസയിൽ നിന്ന് അതിന്റെ ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണെന്ത്? ബുക്ക് പ്രോഫിറ്റ്. ആൻഡ് ദിസ് ഈസ് മെൻഷൻഡ് ഇൻ ദ അക്കൗണ്ട് രജിസ്റ്റർ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലെഡ്ജർ ബുക്കിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നതാണ് എന്ത്? ബുക്ക് പ്രോഫിറ്റ്. സോ നോക്കുവാണെങ്കിൽ 1987 മുന്നേ, നമ്മുടെ മാറ്റ് പ്രൊവിഷൻ വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ നോക്കുമ്പോൾ ചില കമ്പനീസിന് ഈ ബുക്ക് പ്രോഫിറ്റ് എന്താണ്? വളരെ കൂടുതലാണ്. ചില സ്പെഷ്യൽ കമ്പനീസിന് ബുക്ക് പ്രോഫിറ്റ് അവരുടെ ലെഡ്ജർ ബുക്കിനകത്ത്, അവരുടെ അക്കൗണ്ട് ബുക്കിനകത്ത് എന്താണ്? വലിയ ലാഭം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇൻകം ടാക്സ് ആക്ടിലേക്ക് വരുമ്പോൾ, നമ്മുടെ IT ആക്ടിന്റെ പ്രൊവിഷനിലേക്ക് വരുമ്പോൾ പല കമ്പനികൾക്കും ലാഭം ഇല്ല. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്താണ്? നെഗ്ലിജിബിൾ ആണ്. സോ ഇൻ സം കമ്പനീസ് ബിഫോർ 1987, in some companies the government observed that these companies have high book profit. ഈ കമ്പനികൾക്ക് എന്തുണ്ട്? ബുക്ക് പ്രോഫിറ്റ് ഹൈ ആണ്. പക്ഷെ at the same time, while estimating corporate tax via the provisions of Income Tax Act of 1961, ആ കമ്പനികൾക്ക് നെറ്റ് പ്രോഫിറ്റ് നെഗ്ലിജിബിൾ ആണ്. ഒന്നെങ്കിൽ 0 ആണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്. ഇപ്പൊ ഗവൺമെന്റ് കിട്ടുന്ന വരുമാനം എന്താ? കുറവാണ്. കാരണം എന്താ? കോർപ്പറേറ്റ് ടാക്സ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അടിസ്ഥാനത്തിലാണ്. അവരുടെ മൊത്തം ലാഭം, അതിൽ നിന്ന് കമ്പനിക്ക് ക്ലെയിം ചെയ്യുന്ന ഡിഡക്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറയ്ക്കാം, അതുപോലെ ഡിപ്രിസിയേഷൻ കുറയ്ക്കാം, ഇങ്ങനെ കുറെ പ്രൊവിഷൻസ് എന്താ കുറയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ ഈ പറഞ്ഞ ഡിഡക്ഷൻസ് എല്ലാം കമ്പനി ക്ലെയിം ചെയ്യുമ്പോൾ അവരുടെ നെറ്റ് ലാഭം എന്ത് ചെയ്യും? കുറഞ്ഞിരിക്കും. ഇങ്ങനെ നെറ്റ് ലാഭം കുറവുള്ള, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കമ്പനികൾ പറയുന്നതായിരുന്നു സീറോ ടാക്സ് കമ്പനീസ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ റിലയൻസ്. സോ റിലയൻസ് അക്കാലത്ത് 1980 സമയത്ത് the company Reliance was mentioned as zero tax companies. റിലയൻസിനെ സീറോ ടാക്സ് കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ടായിരുന്നു. അതിന് കാണാൻ നോക്കുമ്പോൾ റിലയൻസിന്റെ ബുക്ക് പ്രോഫിറ്റ് എന്തായിരുന്നു? കൂടുതലായിരുന്നു. 1980s ബുക്ക് പ്രോഫിറ്റ് ഓഫ് റിലയൻസ് വാസ് ഹൈ. അറ്റ് ദ സെയിം ടൈം ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്താണ്? വളരെ തുച്ഛമാണ്. ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ തുച്ഛമായിരിക്കും. So when a company is showing less net profit, അവരുടെ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞിരിക്കും. ഇതായിരുന്നു പണ്ടത്തെ അവസ്ഥ. ഇത് മറികടക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് മാറ്റ് എന്നൊരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിലെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയില് ഒരു കമ്പനിയുടെ ലാഭത്തിനെ we have to estimate via 2 methods.
ടു മെത്തേഡ്സ് വഴി എന്ത് ചെയ്യുക, ഒരു കമ്പനിയുടെ ലാഭത്തിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. ഒന്ന്, ഇൻകം ടാക്സ് പറയുന്ന പ്രൊവിഷൻസ് ഉപയോഗിച്ച്, അതിൽ പറയുന്ന നോംസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. മറ്റൊന്ന്, കമ്പനീസ് ആക്ട് പറയുന്ന പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻകം ടാക്സ് ആക്ട് പറയുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ നിശ്ചിത ശതമാനം ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി എടുക്കുക എ, ആൻഡ് ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 100 കോടി എന്ന് വിചാരിക്കുക. 100 കോടിയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. സോ 25% ടാക്സ് എന്ന് പറയുമ്പോൾ 100 കോടിയുടെ 25% അപ്രോക്സിമേറ്റ്ലി നമ്മൾ വിചാരിക്കുകയാണ് 20% ആണ്. സർചാർജ് സെസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. സോ അപ്രോക്സിമേറ്റ്ലി 25 കോടിയാണെന്ത് ഈ കമ്പനിയുടെ ടാക്സ് വരുന്നത് വയാ IT ആക്ട് ഓഫ് 1961. അടുത്തെന്താ പറഞ്ഞേ, ബുക്ക് പ്രോഫിറ്റ്. സോ കമ്പനീസ് ആക്ട് പ്രകാരം ബുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്തു, നമ്മൾ മെഷർ ചെയ്തു. എന്നിട്ട് ഇതിന്റെ ഒരു നിശ്ചിത ശതമാനം, കറന്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് 50% ആണ്, 15%. സപ്പോസ് ഈ കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ് സപ്പോസ് ഇറ്റ് ഈസ് 200 കോടി എന്ന് വിചാരിച്ചു. ഈ കമ്പനി എയുടെ ബുക്ക് പ്രോഫിറ്റ് 200 കോടിയാണ്. സോ ബുക്ക് പ്രോഫിറ്റിന്റെ 15% എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. സോ 200 കോടിയുടെ 15% എത്ര വരുന്നു, ഇറ്റ് ഈസ് 30 കോടി വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ ടാക്സ് എമൗണ്ട് വയ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് ആൻഡ് കമ്പനീസ് ആക്ട് പ്രൊവിഷൻസ്, കമ്പനീസ് ആക്ടിലെയും ഇൻകം ടാക്സിലെയും പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ടാക്സ് എമൗണ്ട് മെഷർ ചെയ്ത ശേഷം വിച്ച് ടാക്സ് എമൗണ്ട് ഈസ് ഹൈ, അതെന്ത് ചെയ്യണം, ഒരു കമ്പനി പേ ചെയ്യണം. സോ ഇവിടെ നോക്കുമ്പോൾ IT ആക്ട് പ്രൊവിഷൻ ഉപയോഗിച്ചാണ്. ഇവിടുത്തെ ലാഭം മെഷർ ചെയ്ത് എങ്ങനെയാണ്, ബുക്ക് പ്രോഫിറ്റ് ആണ്. എന്നാൽ ഈ 15% വരുന്നത് 115 JB ഓഫ് IT ആക്ട് ആണ്. സോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മെഷർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിൽ വി മെഷർ പ്രോഫിറ്റ് വയാ ദ പ്രൊവിഷൻസ്, ഓൺലി ദ പ്രൊവിഷൻസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്ന പ്രോഫിറ്റ് വെച്ചാണെന്ത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോഫിറ്റ് മെഷർ ചെയ്തത്. സെക്കൻഡ് കേസിലോ വി ഹാവ് മെഷേർഡ് പ്രോഫിറ്റ് യൂസിംഗ് ദ പ്രൊവിഷൻസ് അണ്ടർ കമ്പനീസ് ആക്ട്. അതായിരുന്നു എന്ത്, ബുക്ക് പ്രോഫിറ്റ്. ആൻഡ് ബുക്ക് പ്രോഫിറ്റ് മെഷർ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിന് മേലെ നിശ്ചിത ശതമാനം നമ്മൾ IT ആക്ടിലെ പുതിയ സെക്ഷൻ പ്രകാരം സെക്ഷൻ 115 JB പറയുന്ന എത്രയാണ് റേറ്റ്, അത് എന്ത് ചെയ്യണം, അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് യു ക്യാൻ സി രണ്ട് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ കമ്പനിയുടെ ടാക്സ് എമൗണ്ട് ഇവാലുവേറ്റ് ചെയ്തു. ഫസ്റ്റ് കേസിന് വി ഗെറ്റ് എ ടാക്സ് എമൗണ്ട് ഓഫ് 25 crore. സെക്കൻഡ് കേസില് വി ഗെറ്റ് എ ടാക്സ് എമൗണ്ട് ഓഫ് 30 crore. അന്നേരം എന്താ പറഞ്ഞേ, ഓൺ കമ്പയറിംഗ് ദീസ് ടു പ്രൊവിഷൻസ്, ഓൺ കമ്പയറിംഗ് ദീസ് ടു ടാക്സ് എമൗണ്ട് വിച്ച് ഈസ് ഹയസ്റ്റ്, അത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയോട് പേ ചെയ്യാൻ പറയണം. സോ ഇവിടെ നോക്കുമ്പോൾ 30 കോടിയാണ് ഹയസ്റ്റ്, വിച്ച് മീൻസ് കമ്പനി എന്ത് ചെയ്യണം, 30 കോടി ആയിരിക്കണം ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യേണ്ടത്. ആൻഡ് ദിസ് പാർട്ട് കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ് പ്രകാരം, ഒരു കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ് പ്രകാരം നമ്മൾ കണ്ടെത്തുന്ന ടാക്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. ആൻഡ് ഫസ്റ്റ് പാർട്ട്, ആൻഡ് ദിസ് ഈസ് ദ യൂഷ്വൽ ഓർ നോർമൽ കോർപ്പറേറ്റ് ടാക്സ്. സോ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് നോർമലി പറയുന്നത് ഫസ്റ്റ് വൺ, അതായത് IT ആക്ട് സെക്ഷൻ പ്രകാരം നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തി അതുവഴി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ്, അതാണ് കോർപ്പറേറ്റ് ടാക്സ് പ്രൊവിഷൻ. സെക്കൻഡ് എന്തായിരുന്നു, കമ്പനീസ് ആക്ട് പ്രകാരം ബുക്ക് പ്രോഫിറ്റ് കണ്ടെത്തി അതിന് നിശ്ചിത ശതമാനം ടാക്സ് ചെയ്യും, അതായിരുന്നു എന്ത്, മാച്ച് ടാക്സ് ഓർ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് പ്രൊവിഷൻ. ഓക്കെ, സോ ദ സെക്കൻഡ് പാർട്ട് ഇതാണ് എന്ത്, മാച്ച് ഓർ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ
So, minimum alternate tax. It was introduced to facilitate the taxation of zero tax companies. So, zero tax companies are those companies which show negligible income or negligible net profit to avoid tax. And this company will be having a high book profit but negligible net profit. So, ഇങ്ങനെയുള്ള കമ്പനീസിനെ ഒരു മിനിമം ടാക്സ് അവർ പേ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് മാറ്റ് എന്ന പ്രൊവിഷൻ കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് ഇസ് ഇൻട്രൊഡ്യൂസ് ഡ്യൂറിംഗ് 1987. എന്നാൽ അതിനുശേഷം 1990 ഇത് റിപ്പീൽ ചെയ്യപ്പെട്ടു. എന്നാൽ പിന്നീട് 97 ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് യു ക്യാൻ സി 2019 സെപ്റ്റംബറിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് മെയ്ഡ് എ റിവിഷൻ ഇൻ ദ റേറ്റ്സ് ഓഫ് മാറ്റ്. നമ്മുടെ മാറ്റ് റെജീമില് കുറച്ച് റിവിഷൻസ് ഗവൺമെന്റ് ഉൾപ്പെടുത്തി. ആൻഡ് ആസ് പെർ ദ ന്യൂ പ്രൊവിഷൻ യു ക്യാൻ സി 50% ആണ് മാറ്റ് റേറ്റ്. 15% എന്ത് മാറ്റ് റേറ്റ്. സോ മാറ്റ് എന്താ പറയുന്നത്? ഇറ്റ് സീസ് ദാറ്റ് എ കമ്പനി ഹാസ് ടു പേ ദ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഇഫ് ദ നോർമൽ ടാക്സ് ഓർ ദ നോർമൽ കോർപ്പറേറ്റ് ടാക്സ് പേയബിൾ ബൈ ഇറ്റ് ഈസ് ലെസ് ദാൻ ദ മാറ്റ്. നമ്മൾ കണ്ടില്ലേ നേരത്തെ എക്സാമ്പിളില്, ഒരു കമ്പനിയുടെ നോർമൽ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ യൂഷ്വൽ കോർപ്പറേറ്റ് ടാക്സ് മാറ്റിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കമ്പനി മാറ്റ് ആയിരിക്കണം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ആയിരിക്കണം കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ആൻഡ് മാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനിയാണ്. സോ കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്ന ബുക്ക് പ്രോഫിറ്റ് പ്രകാരമാണെന്ത് മാറ്റിലെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ പറയുകയാണെങ്കിൽ കറന്റ്ലി ആസ് ഓഫ് 2090 മാറ്റ് ഈസ് applicable only for those companies who are claiming exemptions or deductions. So നിലവിൽ മാറ്റ് ആർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ? എക്സംഷൻസോ ഡിഡക്ഷൻസോ ക്ലെയിം ചെയ്യുന്ന കമ്പനികൾക്കേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഒരു കമ്പനി ഉണ്ട് ആൻഡ് ഈ കമ്പനിക്ക് എന്താ ചൂസ് ചെയ്യാം? ഓൾഡ് കോർപ്പറേറ്റ് ടാക്സ് റെജീം ചൂസ് ചെയ്യണോ അതോ ന്യൂ കോർപ്പറേറ്റ് ടാക്സ് റെജീം വേണോ? എന്ത് ചെയ്യാം? കമ്പനിക്ക് ചൂസ് ചെയ്യാം. ഓൾഡ് കോർപ്പറേറ്റ് ടാക്സ് റെജീമിലാണ് നമ്മൾ കണ്ട എക്സംഷൻസ് ഓർ ഡിഡക്ഷൻസ് അലോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ട ഓർമ്മയില്ലേ? 400 കോടിക്ക് മേലെയാണെങ്കിൽ 30%, 400 കോടിക്ക് താഴെയാണെങ്കിൽ 20% എന്നിങ്ങനെ റേറ്റ് പറയുന്നുണ്ട്. അതുപോലെ ന്യൂ റെജീം ആണെങ്കിൽ വി ക്യാൻ സി ദർ ഈസ് നോ എക്സംഷൻസ് അലൗഡ്. എക്സംഷൻസ് എന്ത് ചെയ്യുന്നില്ല? സെക്കൻഡ് റെജീമില് അല്ലെങ്കിൽ പുതിയ റെജീമില് അലോ ചെയ്യുന്നില്ല. ആൻഡ് യു ക്യാൻ സി then there is no exemption allowed. The new rate എത്രയാണ്? 22%. ആ നോക്കുവാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ? മാറ്റ് ഈസ് ആപ്ലിക്കബിൾ only those companies who are claiming exemptions. കാരണം എന്താ? ആ കമ്പനിക്ക് മാത്രമേ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോ ഈ പറഞ്ഞ ബുക്ക് പ്രോഫിറ്റ് മൈനസ് എക്സംഷൻ വരുന്നുള്ളൂ. ഈ ഒരു കമ്പനി എക്സംഷൻ ചൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ, ഒരു കമ്പനി റിഡക്ഷൻ ചൂസ് ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റും അതുപോലെ ബുക്ക് പ്രോഫിറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ന്യൂ റെജീമില് അല്ലെങ്കിൽ എക്സംഷൻ ചൂസ് ചെയ്ത കമ്പനികൾക്ക് എന്തില്ല? മാറ്റ് ആപ്ലിക്കബിൾ അല്ല എന്ന് അറിഞ്ഞിരിക്കുക. സോ മാറ്റ് ഈസ് കറന്റ്ലി ആപ്ലിക്കബിൾ ടു only those companies who are continuing to avail exemptions or incentives എന്ന് അറിഞ്ഞിരിക്കുക. Okay, so that is regarding the minimum alternate tax. Any doubt? സംശയം ഉണ്ടോ എന്തേലും?
Any doubt? Okay. So now we can discuss DDT or Dividend Distribution Tax. ഇതാണ് Dividend Distribution Tax or DDT. So DDT, this tax was imposed on a company when it is distributing dividends to the shareholders. Okay. അപ്പൊ എന്താണ് ഈ ഡിവിഡൻഡ്? ഡു യു നോ ദ ടേം ഡിവിഡൻഡ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഡിവിഡൻഡ് എന്ന ടേം? എന്താന്ന് പറയാമോ? ഡിവിഡൻഡ് എന്തായിരിക്കാം? Share of profit given to shareholders. വെരി ഗുഡ്. സോ ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് ഷെയർ ആണ്. ഒരു കമ്പനി എടുക്കാം, കമ്പനിയുടെ പേര് വിഷ്ണു എന്റർപ്രൈസ്. എന്തായാലും ഓക്കെ. സോ വിഷ്ണു എന്റർപ്രൈസ്, ദിസ് ഇസ് ദ കമ്പനി. ആൻഡ് ഈ കമ്പനിക്ക് സപ്പോസ് there are 5 shareholders. സോ നമ്മുടെ വിഷ്ണു എന്റർപ്രൈസ് എന്ന കമ്പനിക്ക് 5 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ ഓണേഴ്സ്, ഈ പറഞ്ഞ കമ്പനി ഓൺ ചെയ്യുന്ന ആളുള്ളവർ. സോ വിഷ്ണു എന്റർപ്രൈസ് എന്ന കമ്പനിക്ക് 5 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, 5 ഓഹരിദായകരുണ്ട്. ആൻഡ് ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഈ പറഞ്ഞ കമ്പനിയുടെ ഓണേഴ്സ് അവരാണ്. സപ്പോസ് എ, ബി, സി, D, E. So these are the owners or shareholders of the company. And ഈ കമ്പനിക്ക് ഒരു വർഷം സപ്പോസ് 1000 കോടി ലാഭം കിട്ടി. ചെറിയ കമ്പനി അല്ല, വലിയ കമ്പനി. സോ നമ്മുടെ വിഷ്ണു എന്റർപ്രൈസ് എന്ന കമ്പനിക്ക് ഒരു വർഷം 1000 കോടി മൊത്തം ലാഭം കിട്ടി. ഈ 1000 കോടി എൻ്റയർലി എന്ത് ചെയ്യത്തില്ല, വിഷ്ണു എന്റർപ്രൈസ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. കമ്പനി എന്ത് ചെയ്യും? ഈ 1000 കോടിയിൽ 500 കോടി മാറ്റിവെക്കും. 500 കോടി എന്ത് ചെയ്യും? ഈ കമ്പനി മാറ്റിവെക്കും. ആൻഡ് ഇതിന് പറയുന്നതായിരുന്നു എന്ത്? എന്താ ഇതിന് പറയുന്നത്? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഓർമ്മയുണ്ടോ? നാഷണൽ പഠിച്ചപ്പോൾ പറഞ്ഞ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. ആൻഡ് ദിസ് ഈസ് കെപ്റ്റ് മെയിൻലി ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്, ഭാവിയിലേക്കുള്ള നിക്ഷേപത്തിന്. ഈ കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു മേഖല സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. സോ ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ദിസ് കമ്പനി ഈസ് കീപ്പിംഗ് അസൈഡ് 500 crore ആൻഡ് റിമൈനിങ് 500 കോടി എന്ത് ചെയ്യും? ഈ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് എത്ര എമൗണ്ട് ആണോ, അല്ലെങ്കിൽ ലാഭത്തിന്റെ എത്ര എമൗണ്ട് ആണോ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിവിഡൻഡ്. സോ ഡിവിഡൻഡ് എന്താണ്? ഡിവിഡൻഡ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് which is distributed to the shareholders of a company. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനി നൽകുന്ന ലാഭത്തിന്റെ വിഹിതം നമുക്കെന്ത് പറയാം? ഡിവിഡൻഡ് ലാഭവിഹിതം എന്നൊരു സിമ്പിൾ ടേമോട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അതിനിവിടെ നോക്കൂ, 500 കോടിയാണ് ഈ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഈ പറഞ്ഞ 5 പേര് എ, ബി, സി, ഡി, ഇ, ഈ 5 പേരും തുല്യമായാണ് ഈ കമ്പനിയുടെ അവകാശം വിചാരിക്കുക, 5 പേർക്കും. സോ എ 20%, ബി 20%, സി 20%, ഡി 20%, ഇ 20%. അങ്ങനെ ഈ 5 പേരും 20% വെച്ച് എന്ത് ചെയ്യുന്നു? ഈ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ
തുല്യമായി എന്ത് ചെയ്യണം? ഈ ലാഭം ഡിവൈഡ് ചെയ്യണം. സോ 100 കോടി ഇവിടെ, 100 കോടി ബിക്ക്, 100 കോടി സിക്ക്, 100 കോടി ഡിക്ക്, 100 കോടി ഇക്ക്. ഇങ്ങനെ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിന് ഈ 100 കോടി ലഭിക്കില്ലായിരുന്നു മുന്നേ. സോ മുന്നത്തെ സമയത്ത് 2020 മുന്നേ whenever a company is announcing the distribution of dividend. ശ്രദ്ധിച്ചു കേൾക്കുക. whenever ഒരു കമ്പനി എപ്പോഴാണോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്നത്, കൊടുക്കണമെന്നില്ല, അനൗൺസ് ചെയ്താൽ മതി. whenever a company is announcing the distribution of dividend to its shareholders, the company is supposed to pay dividend distribution tax. സോ നമുക്കറിയാമായിരിക്കുമല്ലോ, ഒരു കമ്പനി പറയും ഞങ്ങള് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് എന്ന് അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ ഇന്ന മാസം ഇന്ന തീയതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഇത്ര വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറയുമ്പോ എപ്പോഴാണോ ഈ അനൗൺസ്മെന്റ് കമ്പനി നടത്തുന്നത്, ആൻഡ് വിത്തിൻ സം സ്റ്റിപ്യുലേറ്റഡ് ടൈം, ഏകദേശം 2 ആഴ്ചയാണെന്നാ പറയുന്നത്. സോ എപ്പോഴാണോ ഒരു കമ്പനി ഡിവിഡൻഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനൗൺസ് ചെയ്യുന്നത്, അനൗൺസ് ചെയ്ത് വിത്തിൻ 2 വീക്സ് ഈ കമ്പനി എന്ത് ചെയ്യണം? ഇവർ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലാഭവിഹിതം അതിന്റെ നിശ്ചിത ശതമാനം DDT എന്ത് ചെയ്യണം? പേ ചെയ്യണം. ആൻഡ് യു ക്യാൻ സി ദ DDT റേറ്റ് എന്ന് പറഞ്ഞാൽ 15% ആയിരുന്നു, 15% ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിന്റെ റേറ്റ്. ആൻഡ് ഇത് കൂടാതെ ഇതിന് മേലെ സർചാർജ്, സെസ് എന്നിവ വരുന്നുണ്ട്. ആൻഡ് ഇൻ ടോട്ടൽ ഈ പറഞ്ഞ സർചാർജ്, സെസ് എല്ലാം ഉൾപ്പെടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിന്റെ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 20% വരും. സോ ഇവിടെ നോക്കൂ, 500 കോടിയാണ് ഈ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ 500 കോടിയിൽ 20% എന്തായിട്ട് പോകും? DDT ഓർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. വിച്ച് മീൻസ് 500 കോടിയുടെ 20% എന്ന് പറയുമ്പോ 100 കോടി. 100 കോടി എന്താണ്? DDT ആയിട്ട് കളക്ട് ചെയ്യുന്നു. ബാക്കി എത്രയേ ഉള്ളൂ? 400 കോടിയേ ഉള്ളൂ. ഈ 400 കോടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. വിച്ച് മീൻസ് എക്ക് 80 കോടി, ബിക്ക് 80 കോടി, സിക്ക് 80 കോടി, ഡിക്ക് 80 കോടി, ഇക്ക് 80 കോടി. ഇങ്ങനെയായിരിക്കും എന്ത് ഈ പറഞ്ഞ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെയായിരിക്കും ഈ ഡിവിഡൻഡിന് മേലെ ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ DDT നിലവിൽ ഇല്ല. 2020 ബഡ്ജറ്റ് അനൗൺസ് ചെയ്ത സമയത്ത് DDT അബോളിഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. 2020 ദിസ് DDT വാസ് abolished in India. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ DDT കൺസിഡർ ചെയ്യുക. സോ DDT ടാക്സിന് എന്തിനു മേലെയാണ്? DDT is taxed on the share of profit which a company is going to distribute to its shareholders. ഒരു ഷെയർ ഹോൾഡേഴ്സിന്, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന ലാഭവിഹിതത്തിന് മേലെയാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിന് മേലെയാണ് നമ്മുടെ ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നത്. സോ നോക്കുവാണെങ്കിൽ ഈ ലാഭം, ഒരു കമ്പനിയുടെ ഈ ലാഭം എന്ന് പറയുമ്പോൾ ദിസ് പ്രോഫിറ്റ് വാസ് ഓൾറെഡി ടാക്സ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഓൾറെഡി എന്ത് ചെയ്തതാണ് ഗവൺമെന്റ്? ഈ ലാഭത്തിന് മേലെ ടാക്സ് ചെയ്തതാണ്. വൈൽ ലെവിയിങ് കോർപ്പറേറ്റ് ടാക്സ് ഓർ മാറ്റ്, മിനിമം ഓൾട്ടർനേറ്റ് ടാക്സോ കോർപ്പറേറ്റ് ടാക്സോ ഒക്കെ ലെവി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്? ഓൾറെഡി ഈ പ്രോഫിറ്റ് മേലെ ടാക്സ് ചെയ്തതാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുവാണ്? സെയിം പ്രോഫിറ്റ് മേലെ ടാക്സ് ചെയ്യുക, സെയിങ് ദാറ്റ് ദിസ് കമ്പനി ഈസ് ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ്. ഈ കമ്പനി ലാഭവിഹിതം കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ടാക്സ് ചെയ്ത പ്രോഫിറ്റിന് മേലെ വീണ്ടും എന്ത് ചെയ്യുവാണ്? ടാക്സ് ചെയ്യുക. ഇതെന്താണ്? ഒരു ഡബിൾ ടാക്സേഷൻ അല്ലേ? ഓൾറെഡി ടാക്സ് ചെയ്ത
എമൗണ്ടിന് മേലെ വീണ്ടും ടാക്സ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ ഡബിൾ ടാക്സേഷൻ. സോ ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് എൻകറേജിങ് അവർ ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണിയെ എൻകറേജ് ചെയ്യുന്ന ഒരു നയമായിരുന്നില്ല DDT. കാരണം കമ്പനികൾ ലാഭവിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർ ടാക്സ് ചെയ്യുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യും? പലപ്പോഴും കമ്പനികൾ എന്ത് ചെയ്യും? ലാഭവിഹിതം കൊടുക്കാണ്ടായി. ഇത് വേറെ രീതി കൊടുക്കും. മനസ്സിലായോ? ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദിസ് ഡിവിഡൻഡ്, കമ്പനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എക്സ്ട്രാ ഷെയർസ് കൊടുക്കും. സോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ചില കമ്പനീസ് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ വർദ്ധിപ്പിക്കാനായിട്ട്, കമ്പനിയിലുള്ള അവരുടെ അവകാശം വർദ്ധിപ്പിക്കാനായിട്ട് ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭത്തിനെ ഷെയർസായി കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് പറയുന്നതാണ് ബോണസ് ഷെയർസ് എന്ന് പറയും. ബോണസ് ഷെയർസ്. സോ നമ്മൾ പിന്നീട് പഠിക്കും, when we discuss ക്യാപിറ്റൽ മാർക്കറ്റ്, ആ സമയത്ത് നമ്മൾ ഇത് പഠിക്കുന്നതായിരിക്കും ബോണസ് ഷെയർസിന്റെ കാര്യം. അറിഞ്ഞിരിക്കുക, പണ്ട് എന്താ വെച്ചാൽ പണ്ട് പല കമ്പനികളും സിൻസ് ദിസ് DDT ഓർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉള്ളതുകൊണ്ട് തന്നെ the distribution of dividend was not encouraging the sector. ഈ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ വലിയ ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, കമ്പനി എൻകറേജ് ചെയ്തില്ല. കൊടുക്കുന്നുണ്ട്, പക്ഷെങ്കിലും the companies were not much interested or not much motivated to distribute dividend. കാരണം എന്താ? ഓൾറെഡി ടാക്സ് ചെയ്ത ഒരു ലാഭത്തിന് മേലെ പിന്നെയും ടാക്സ് ചെയ്യുക. അങ്ങനെ എന്തെന്ന് വെച്ചാൽ അത് മറികടക്കാനായിട്ട് കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലാഭത്തിനെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ വ്യക്തികൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ വിത്തൗട്ട് പേയിങ് എനി എമൗണ്ട്, ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ ഷെയർസ് അലോക്കേറ്റ് ചെയ്യും. അതിന് പറഞ്ഞായിരുന്നു ബോണസ് ഷെയർസ്. സോ ഇങ്ങനെ കമ്പനി എന്ത് ചെയ്യാറുണ്ട്? DDT മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ 2017 അപ്പോയിന്റ് ചെയ്ത പാനൽ ഓൺ ഡയറക്ട് ടാക്സ് കോഡ് DDT അബോളിഷ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ 2019 ഈ പറഞ്ഞ ഗവൺമെന്റ് തീരുമാനം എടുത്തു. 2020 ബഡ്ജറ്റില് ഈ പറഞ്ഞ DDT അബോളിഷ് ചെയ്തു. ഓക്കെ, സോ ദാറ്റ് വാസ് റിഗാർഡിംഗ് dividend distribution tax. And you can see the section is 115O. 115O അത് പ്രകാരമാണ് DDT ഗവൺമെന്റ് ലീവ് ചെയ്തിരുന്നത്. ആൻഡ് ഇപ്പൊ എന്തില്ല? ഇപ്പൊ ഈ ടാക്സ് ഇല്ല എന്നും അറിഞ്ഞു. ആൻഡ് ഇപ്പം നോക്കുവാണെങ്കിൽ the dividend is taxed on the hands of the recipient ആണ്. ഓക്കെ, നിലവിൽ ഡിവിഡൻഡ് ടാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺ ദ ഹാൻഡ്സ് ഓഫ് റെസിപ്പിയന്റ് ആണ്. അതായത് ഈ പറഞ്ഞ ഷെയർ ഹോൾഡർ ഉണ്ടല്ലോ, ABCDE, നമ്മൾ പറഞ്ഞ എക്സാമ്പിളില് വി ആർ ഡിസ്കസ് there are 5 ഷെയർ ഹോൾഡേഴ്സ്. ഈ പറഞ്ഞ 5 ഷെയർ ഹോൾഡേഴ്സ് ഇവരുടെ കയ്യിലേക്ക് 80 കോടി വെച്ച് വന്നു. ഈ 80 കോടി വിൽ ബി ടാക്സ്ഡ് ബേസ്ഡ് ഓൺ ദ നോർമൽ പ്രൊവിഷൻ ഓഫ് IT ആക്ട്. നമ്മുടെ ഇൻകം ടാക്സിലുള്ള നോർമൽ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഡിവിഡൻഡിനെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ടാക്സ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ ദ ന്യൂ മെക്കാനിസം ആഫ്റ്റർ ദ അബോളിഷൻ ഓഫ് DDT. So you can see currently the dividend is taxed only in the hands of the recipient. And അതുകൂടാതെ നേരത്തെ പറയുമ്പോൾ പണ്ട് കാലത്ത് ഈ പറഞ്ഞ ലാഭത്തിന് മേലെ എന്തുണ്ട്? കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അതുപോലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ DDT ഉണ്ട്. അതുകൂടാതെ ഉണ്ട് ഷെയർ ഹോൾഡേഴ്സ്. when the shareholders receive this dividend 10 lakh above ആണെങ്കിൽ, ഒരു വർഷം ഒരു ഷെയർ ഹോൾഡറിന് 10 ലക്ഷം മേലെ ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതിന് മേലെ ടാക്സ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് താഴെ എന്തില്ല? ടാക്സ് ഇല്ല. സോ ഇൻ ഏർലി കേസ് യു ക്യാൻ സി റെസിപ്പിയൻസ്. ജസ്റ്റ് അറിഞ്ഞാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പണ്ട് കാലത്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇൻ ഏർലി കേസ് when the shareholders receive this dividend ആണെങ്കിൽ എന്തില്ല? ടാക്സ് ഇല്ല. ഇൻകം ടാക്സിലെ ഇളവുണ്ട്. if a recipient, if a shareholder is receiving dividend less than 10 lakh in a year,
then there was no tax, no income tax on that. പക്ഷെ ഇപ്പൊ പറയണേ അങ്ങനല്ല. ഇപ്പൊ എത്ര കിട്ടിയാലും, ഈ പറഞ്ഞ ഡിവിഡൻഡ് എത്ര കിട്ടിയാലും അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സ് പ്രൊവിഷനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ നേരത്തെ മൾട്ടിപ്പിൾ ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് വഴി ടാക്സ് ചെയ്യുന്നു, സെയിം എമൗണ്ട് നോക്കണം, സെയിം എമൗണ്ട് കോർപ്പറേറ്റ് ടാക്സ് വഴി ടാക്സ് ചെയ്യുന്നു, DDT എന്ന് പറഞ്ഞ ടാക്സ് ചെയ്യുന്നു. അത് 10 lakh above ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്ത് പിന്നെയും ടാക്സ് വരുന്നു. സോ മൾട്ടിപ്പിൾ ടാക്സ്, ഒരു ഡബിൾ ടാക്സേഷൻ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ എന്താ, അതില്ല. സോ എക്സാം ചോദിക്കാൻ പറ്റുന്നത് നമ്പർ ഓഫ് ടാക്സിന്റെ പേര് തരും. DDT അല്ലെങ്കിൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ പേര് തരും. എന്നിട്ട് ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡയറക്ട് ടാക്സസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻഡയറക്ട് ടാക്സസ്. അതുകൂടാതെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് ആർ കറന്റ്ലി ദെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിലവിലുള്ള ടാക്സ് ഏതൊക്കെയാണ്? ഇപ്പൊ DDT ഇല്ലല്ലോ, അബോളിഷ് ചെയ്തില്ലേ. എന്നാൽ ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, മാറ്റ് ഉണ്ട്. സോ ടാക്സുകളുടെ പേര് തന്നെ ഒന്നെങ്കിൽ ടൈപ്പ് വേണ്ടി പറയാം, അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നിലവിലുള്ള ടാക്സ് ഏതാണ്, നിലവിൽ അബോളിഷ് ചെയ്യപ്പെട്ട ടാക്സ് ഏതാണ്, എന്ത് ചെയ്യാം ചോദിക്കാം. Then there is capital gain tax. Capital gain tax. So capital gain എന്ന് പറഞ്ഞാൽ any gain or profit that arise from the sale of a capital asset. ഒരു ക്യാപിറ്റൽ അസറ്റ്, ഒരു ആസ്തി, ഒരു ക്യാപിറ്റൽ അസറ്റ്, ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന ഗെയിൻ ഓർ പ്രോഫിറ്റ് ഈസ് കോൾഡ് ആസ് ക്യാപിറ്റൽ ഗെയിൻ. ഫോർ എക്സാമ്പിൾ, ഞാന് ഒരു സപ്പോസ് ഐ എം എ പെയിന്റർ. ഓക്കെ, ഞാനൊരു പെയിന്റർ ആണെന്ന് വിചാരിക്കാം, ചിത്രകാരനാണ്. സോ ഞാനൊരു പെയിന്റിങ് വരച്ചു, ഒരു പെയിന്റിങ് ഞാൻ വരച്ചു ഇൻ ദ ഇയർ 2010. എൻ്റെ ആദ്യ പെയിന്റിങ് ആയിരുന്നു. സോ ഞാൻ നമ്മുടെ സ്ഥിരം വരയ്ക്കുന്ന പോലെ ഒരു പെയിന്റിങ് ഞാൻ വരച്ചു. ഇതാണല്ലോ നോർമൽ എല്ലാവരും വരയ്ക്കുന്ന പെയിന്റിങ്. ഞാനൊരു പെയിന്റിങ് വരച്ചു. സോ ദിസ് വാസ് മൈ ഇനിഷ്യൽ പെയിന്റിങ്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആണ് ആ സമയത്ത് എന്ന് വിചാരിക്കാം സപ്പോസ്. സോ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ പെയിന്റിങ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ. സോ ഈ പെയിന്റിങ് നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങിച്ചു. 2010 ഞാൻ ഒരു പെയിന്റിങ് വരച്ചു. ആ പെയിന്റിങ് നിങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ നിന്ന് വാങ്ങിച്ചു. ആൻഡ് നിങ്ങൾ വാങ്ങിച്ചത് സപ്പോസ് 500 രൂപയ്ക്കാണ്. 500 രൂപ കൊടുത്താണ് എന്ത് എൻ്റെ നിന്ന് പെയിന്റിങ് വാങ്ങിച്ചത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് സപ്പോസ് 2030 ആയപ്പോ ഞാൻ വലിയൊരു ഡാവിഞ്ചിയൊക്കെ പോലെ അല്ലെങ്കിൽ വാൻഗോനെയൊക്കെ പോലെ ഒരു വലിയ പ്രശസ്തനായ പെയിന്റുകാരനായി. സോ 2010 ഞാൻ വരച്ച ആ പെയിന്റിങ് 500 രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നാൽ 2030 ബിക്കോസ് ഓഫ് മൈ പോപ്പുലാരിറ്റി എനിക്ക് അവാർഡ് കിട്ടി. അതുപോലെ എൻ്റെ ചിത്രം ലോകപ്രശസ്തമായി. അങ്ങനെ ബിക്കോസ് ഓഫ് മൈ പോപ്പുലാരിറ്റി എൻ്റെ പഴയ പെയിന്റിങ് 2010 നിങ്ങൾ വാങ്ങിച്ച പെയിന്റിങ്ങിന് അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടുമോ കുറയുമോ? കൂടില്ലേ. കാരണം എന്താ, എൻ്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തു, ഈ പെയിന്ററിന്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തു, അതുപോലെ അയാളുടെ പെയിന്റിങ്ങിന്റെ പോപ്പുലാരിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ when the popularity of painter increases, the popularity of his past works, of his paintings also increases. So 500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ച ഈ പെയിന്റിങ്ങിന് സപ്പോസ് 2030 ആയപ്പോ അതിന് വില 500 കോടി ആയിരിക്കും. നമുക്ക് എന്ത് വേണം ഡ്രീം ചെയ്യാലോ, കുഴപ്പമില്ല. സോ 500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ച പെയിന്റിങ്ങിന് എന്തായി, 500 കോടിയായിട്ട് അവിടെ ഇൻക്രീസ് ചെയ്തു. സോ നിങ്ങൾ എന്ത് ചെയ്തു, ആ പെയിന്റിങ് വിറ്റു. 500 കോടി രൂപയ്ക്ക് നിങ്ങൾ എൻ്റെ ആ പെയിന്റിങ് വിറ്റു. ആൻഡ് യു ക്യാൻ സീ യു ഹാവ് ജനറേറ്റഡ് എ ഗെയിൻ, എ പ്രോഫിറ്റ് while selling this painting. ഈ പെയിന്റിങ് നിങ്ങൾ വിറ്റപ്പോ ഒരു ഗെയിൻ നിങ്ങൾ ജനറേറ്റ് ചെയ്തു, ഒരു ലാഭം നിങ്ങൾ ജനറേറ്റ് ചെയ്തു. അതാണെന്ത്,
ക്യാപിറ്റൽ ഗെയിൻ. സോ 500 രൂപ നിങ്ങളുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ ഇപ്പൊ എത്ര കിട്ടിയേ? 500 കോടി. സോ 500 കോടി മൈനസ് 500 രൂപ, അതായിരിക്കും എന്ത്? നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങളുടെ അസറ്റ് മൂലം നിങ്ങൾക്ക് കിട്ടിയ ലാഭം. ഇത് കൂടാതെ തന്നെ സപ്പോസ് ഒരു ലാൻഡ് ചെയ്യാൻ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ലാൻഡ് ചെയ്യാൻ വാങ്ങിച്ചു ഇൻ ദ ഇയർ 2015. ഞാൻ വാങ്ങിച്ചപ്പോ 1 സെന്റ് ഓഫ് ദിസ് ലാൻഡ്, 1 സെന്റ് ഓഫ് ലാൻഡിന് എനിക്ക് ആ റേറ്റ് സപ്പോസ് 1 lakh ആണെന്ന് വിചാരിക്കുക. സോ 2015 ഞാൻ ലാൻഡ് വാങ്ങിച്ചു. ആ ലാൻഡിന് 1 സെന്റ് വില 1 ലക്ഷമായിരുന്നു. എന്നാൽ 2023 ആയപ്പോ യു ക്യാൻ സി എന്റെ ലാൻഡിനടുത്തൂടെ KRAയിൽ പോകുന്നു. വേണ്ട, എന്റെ ലാൻഡ് എടുത്തൂടെ ഒരു ലാൻഡ് എടുത്തായിട്ട്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച സ്ഥലത്തിനടുത്ത് എയർപോർട്ട് വന്നു. ലാൻഡിനകത്തല്ല കേട്ടോ, ലാൻഡ് എടുത്തായിട്ട് എയർപോർട്ട് വന്നു. സോ എന്ത് പറ്റും? എന്റെ ലാൻഡിന്റെ പ്രൈസ് എന്ത് ചെയ്യും? കൂടില്ലേ? സോ 1 ലക്ഷം രൂപയായിരുന്നു എന്റെ ഇനിഷ്യൽ ലാൻഡിന്റെ കോസ്റ്റ് 15. എന്നാൽ 23 ആയപ്പോ ഈ ലാൻഡിന്റെ പ്രൈസ് എന്ത് ചെയ്തു? സപ്പോസ് ഇറ്റ് ഹസ് ഇൻക്രീസ് ടു 10 lakh. സോ ഹിയർ വി ക്യാൻ സി ഐ ഹാവ് ജനറേറ്റഡ് എ ഗെയിൻ ഹിയർ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലാഭം ജനറേറ്റ് ചെയ്തു. എത്രയാണ്? 9 lakhന്റെ ഒരു ലാഭം ഞാൻ ജനറേറ്റ് ചെയ്തു. സോ 15 1 ലക്ഷമായിരുന്നെങ്കിൽ 23 ആയപ്പം 10 ലക്ഷമായി. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ the selling price and the initial investment or initial price is called as the capital gain received for a asset. So ഇവിടെ അസറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ഈ ലാൻഡ് പോലെ എന്തൊരു ഐറ്റം ആവാം, ലാൻഡ് ആവാം, ഒരു ടാഞ്ചിബിൾ പ്രോപ്പർട്ടി ആവാം. ലാൻഡ് പോലെ ഒരു ടാഞ്ചിബിൾ പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ ജ്വല്ലറി ആവാം. ജ്വല്ലറി, ലാൻഡ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പെയിന്റിങ്സ്, അതുപോലെ ഷെയർസ്. സോ ഞാനിപ്പോ ഒരു കമ്പനിയുടെ ഷെയർസ് 2020 ഞാനിപ്പോ 2019 ഞാൻ അദാനിയുടെ ഷെയർസ് വാങ്ങിച്ചു. ഓക്കെ, സോ 2019 ഞാൻ അദാനി എന്റർപ്രൈസിന്റെ ഷെയർസ് വാങ്ങിച്ചു. ആൻഡ് 2020 കോവിഡ്, നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ കോവിഡ് കാലത്ത് അദാനിയുടെ ഷെയർസ് താഴേക്ക് പോയിരുന്നോ? എന്ത് പറയുന്നു നിങ്ങള്? റെസ്പോണ്ട് ചെയ്യൂ. ഡ്യൂറിങ് കോവിഡ് ടൈം വാട്ട് ഹാപ്പൻഡ് ടു ദ ഷെയർസ് ഓഫ് അദാനി? അദാനിയുടെ കമ്പനികളുടെ ഷെയർസ് എന്ത് പറ്റി? താഴേക്ക് പോയോ അതോ മേലേക്ക് പോയോ? നിങ്ങൾ വാർത്ത വായിക്കുന്നില്ല? ഇടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു. How many of you heard about a report called as Hindenburg report? ഹിൻഡർബർഗ് റിപ്പോർട്ട് കേട്ടിരുന്നു ആരെങ്കിലും? ഹിൻഡർബർഗ് റിപ്പോർട്ട് എന്താ റിപ്പോർട്ട് പറയുന്നത്? എന്താണെന്നറിയത്? ഹിൻഡർബർഗ് ആരെന്നറിയുമോ? ഹിൻഡർബർഗ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതുപോലെ അവിടെ റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹിൻഡർബർഗ് റിപ്പോർട്ട്. ഹിൻഡർബർഗ്. സോ ഹിൻഡർബർഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ കമ്പനി which has been doing research and which has been investing in the capital market. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഗ്ലോബൽ ലെവലിൽ വിവിധങ്ങളായ ക്യാപിറ്റൽ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ അവിടെ റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹിൻഡർബർഗ്. ആൻഡ് ഈ ഹിൻഡർബർഗ് എന്ന കമ്പനി ഹാസ് റീസെന്റ് ഈ കഴിഞ്ഞ ഇടയിൽ 2023 ഹാസ് റിലീസ്ഡ് എ റിപ്പോർട്ട്. ആൻഡ് ഇൻ ദാറ്റ് റിപ്പോർട്ട് it stated that Adani Enterprise, നമ്മുടെ ഇന്ത്യയിലെ അദാനി എന്റർപ്രൈസ് has done some fraudulent activities in their stock. So കോവിഡ് കാലത്ത് നമ്മുടെ അദാനിയുടെ ഷെയർസ് എല്ലാം കൂടുകയായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി, 2020 ബാക്കി കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്തു?
ഇടിഞ്ഞു, ഇൻക്ലൂഡിങ് റിലയൻസ്. നമ്മുടെ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഷെയർസ് ഡ്യൂറിങ് കോവിഡ് ടൈം ഇടിയുന്നുണ്ട്. 2020 നമ്മൾ കണ്ടതാണ്, പല കമ്പനിയുടെയും ഷെയർസ് ഗണ്യമായി ഇടിഞ്ഞു. There was huge loss faced by various shareholders in the market. അതുപോലെ 2021 ആയപ്പോൾ 22 സമയത്ത് നമ്മള് റഷ്യ ഉക്രൈൻ വാർ വന്നു. സോ ആ സമയത്ത് we can see there was a decline of share price of different companies. സോ നോക്കുമ്പോൾ ഈ സമയത്തെല്ലാം കോവിഡ് കാലത്ത് 2020 ശേഷം നോക്കുമ്പോൾ അദാനിയുടെ സ്റ്റോക്ക് അത് മാത്രം എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടിരിക്കുക. നഷ്ടം വളരെ കുറവാണ്. ഇവർക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ദ ലോസ് വാസ് വെരി ലോ, വളരെ തുച്ഛമായ ഇടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പൊതുവിൽ പറയുമ്പോൾ എന്താ, ഇവരുടെ ഷെയർ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദാറ്റ് വാസ് എ ന്യൂസ്. ആൻഡ് ഈ പറഞ്ഞ അദാനി ഹാസ് ഡൺ സം ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ പിന്നെ പഠിക്കാം, ഞാൻ പിന്നെ പറയാം. ഷെയർ മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ കഥ പറയാം, കാരണം ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്. സോ 2020-21 കാലഘട്ടത്തില് ആ ഒരു ടൈം പീരീഡില് അദാനി ചില ഷെയർ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സ്റ്റോക്ക് പ്രൈസിനെ ഇങ്ങനെ കൂട്ടി കാണിക്കാനായിട്ട് അദാനി ചില തരികട കാണിച്ചിട്ടുണ്ട്. ആൻഡ് അത് മൂലമാണ് അവരുടെ പ്രൈസ് കൂടിയെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തത്. ആൻഡ് ആ റിപ്പോർട്ട് വന്ന ശേഷം വി ക്യാൻ സി അദാനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു. സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു സമയത്ത് അദാനി ഹാസ് ബിക്കം ദ വേൾഡ്സ് റിച്ചസ്റ്റ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ. ഈ ടോപ്പ് 2 വന്നിരുന്നു, ടോപ്പ് 2 or 3 വന്നിരുന്നു അദാനി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ടോപ്പ് 3 വന്നിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ റിപ്പോർട്ട് വന്ന ശേഷം അവരുടെ എന്ത് ചെയ്തു, ആ പൊസിഷൻ നഷ്ടമായി, ഇവിടെ ലാഭം ഇടിഞ്ഞു. ആൻഡ് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാനിപ്പോ 2019 അദാനിയുടെ ഷെയർ വാങ്ങിച്ചു. സപ്പോസ് ഞാൻ വാങ്ങിച്ചത് 10 രൂപയ്ക്കാണ്, ഒരു ഷെയറിന് 10 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ആൻഡ് 2020 ആയപ്പോൾ സപ്പോസ് ഈ ഷെയറിന്റെ പ്രൈസ് 150 രൂപയെന്ന് വെച്ചു. സോ 10 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ 2020 ആയപ്പോൾ 150 രൂപയായി. സോ ഇവിടെ എന്താണ്, യു ക്യാൻ സി there is a capital gain. എനിക്ക് എന്തുണ്ടായി, ഒരു ഗെയിൻ ഉണ്ടായി, 140 രൂപയുടെ ഒരു ഗെയിൻ ഉണ്ടായി. നേരെ മറിച്ച് ഞാൻ 10 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചിട്ട് 9 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വെച്ചു. 10 രൂപയ്ക്ക് വാങ്ങിച്ച് 9 രൂപയ്ക്ക് ഞാൻ ഷെയർ വിൽക്കുമ്പോൾ there is no gain for me. ലോസ് അല്ലേ, അവിടെ വരുന്നില്ല. നേരെ മറിച്ച് എപ്പോഴൊക്കെയാണോ ഒരു ക്യാപിറ്റൽ അസറ്റ് ഞാൻ ഓൺ ചെയ്ത ക്യാപിറ്റൽ അസറ്റ് ഞാൻ വിൽക്കുന്ന സമയത്ത് ഗെയിൻ ഉണ്ടാവുന്നത്. സോ ഒരു സാധനം വാങ്ങിച്ച് ഞാൻ അത് വിൽക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ എനിക്ക് ഗെയിൻ ഉണ്ടാവുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി there are 2 types of capital gain tax. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്, അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. സോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 2 ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആൻഡ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. സോ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റും ഉണ്ടാവും, അതുപോലെ ഇൻടാഞ്ചിബിളും കാണും. സോ ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയർസ്, ട്രേഡ് മാർക്സ്, പേറ്റൻസ്, ഇതൊക്കെ എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഷെയർസ് എന്താ, ഇൻടാഞ്ചിബിൾ ആണ്. നേരെ വെച്ചാൽ ലാൻഡ്, ബിൽഡിങ്, അതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ടാഞ്ചിബിൾ അസറ്റ് ആണ്. സോ രണ്ടിനും എന്തുന്നുണ്ട്, ടാക്സ് ചെയ്യുന്നു അറിഞ്ഞിരിക്കുക. ആൻഡ് ഇവിടെ അറിയേണ്ട കാര്യം, there is no need to study the rates of short term and long term. ലോങ് ടേമിന്റെയും ഷോർട്ട് ടേമിന്റെയും റേറ്റ് എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൺ ആൻ ആവറേജ് 5% മുതൽ 15% വരെയാണെന്ത് ഈ ടാക്സ് വരുന്നത്. 5% മുതൽ 15% വരെയാണ് ഓൺ ആൻ ആവറേജ് നോർമൽ കേസിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്, ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഐറ്റം ഈ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അത് കുറെ ലിസ്റ്റ് ഉണ്ട്. നോ നീഡ് ടു മഗ് അപ്പ് ദീസ് റേറ്റ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്, ഈ റേറ്റ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമ്മൾ അറിയേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഒരു അസറ്റിനെ അല്ല ഒരു ക്യാപിറ്റൽ ഗെയിനെ
ഷോർട്ട് ടേം ലോങ് ടേം എന്ന് ക്ലാസ് വരുന്ന അറിഞ്ഞിരിക്കുക. സോ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഈസ് ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ ദ ടെന്യൂർ ആണ്. എത്ര പീരീഡിനുള്ളിലാണ് ഈ പറഞ്ഞ ഗെയിൻ ജനറേറ്റ് ചെയ്തത്. സോ എത്ര പീരീഡിനുള്ളിലാണ്, എത്ര ടൈം പീരീഡിനുള്ളിലാണ് ഈ ഗെയിൻ ജനറേറ്റ് ചെയ്തത്, അതനുസരിച്ചാണ് എന്ത് ഒരു ഗെയിനിനെ ഷോർട്ട് ടേം ലോങ് ടേം എന്ന് ഡിഫൈൻ ചെയ്തത്. സോ ഇൻ നോർമൽ കേസ് വി ക്യാൻ സി when an asset is held for a period of 36 months, 36 മാസം അതിൽ താഴെ, സോ 3 years താഴെ, 3 years താഴെ ഒരു അസറ്റ് കീപ്പ് ചെയ്യുന്നു. സോ ഞാൻ 2016 ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, 2018 ഞാൻ ഈ പ്രോപ്പർട്ടി വിറ്റു, which means I am keeping this item for a period of 2 years. So 3 years താഴെ, 3 വർഷമോ അതിൽ താഴെയോ ഒരു അസറ്റ് കീപ്പ് ചെയ്യുകയും അത് സെല്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ലാഭം, അതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് അതിന് വരുന്ന ടാക്സ് ആണെന്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇനിയും ഒരു അസറ്റ് ഞാൻ 16 വാങ്ങിച്ചു, 23 ഞാൻ വിൽക്കുന്നു, which means I am keeping this asset for a period of more than 3 years. And അങ്ങനെ 3 വർഷം കഴിഞ്ഞ് ഞാൻ ഒരു അസറ്റ് വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഗെയിൻ ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ മെയിൻ ക്രൈറ്റീരിയ അതാണ്, 36 മാസത്തിന്റെയാണ് ദ നോർമൽ ക്രൈറ്റീരിയ. സോ 36 മാസത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടേം, അതിൽ മേലെയാണെങ്കിൽ ലോങ് ടേം. ദെൻ ഫോർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, നമ്മുടെ ലാൻഡ്, ബിൽഡിങ്, ഹോം പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി, ഇവരെല്ലാം വി ക്യാൻ സി ദ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഈസ് ഡിഫറെന്റ്. സോ 2017-18 in the case of building, land or house property, the time period for short term and long term is reduced. So 2017 എന്ത് ചെയ്തു, ഷോർട്ട് ടേം ലോങ് ടേം ടൈം പീരീഡ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് റെഡ്യൂസ് ടു 2 years or 24 months. അതായത് ഞാനിപ്പോൾ ലാൻഡ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചു, ആൻഡ് വിത്തിൻ 2 years ഞാൻ ആ വീട് വിൽക്കുന്നു. സോ ഐ ആം ഗെറ്റിംഗ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. എബോവ് 2 years, 2 വർഷം കഴിഞ്ഞ് ഞാൻ വിൽക്കുമ്പോൾ ഐ ആം ഗെറ്റിംഗ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ടാക്സ് റേറ്റ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഷെയർസ്, ഈ ഷോർട്ട് ടേം ലോങ് ടേം ക്രൈറ്റീരിയ ഓർ ടൈം പീരീഡ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 12 months ആണ്. 12 മാസമാണ് എന്ത് ടൈം പീരീഡ് പറയുന്നത്. അതായത് 12 മാസം താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ഇൻ ദ കേസ് ഓഫ് ഷെയർസ്. 12 മാസത്തിൽ മേലെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോങ് ടേം. ഓക്കെ, 12 മാസത്തിൽ താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് ഷോർട്ട് ടേം, 12 മാസത്തിൽ മേലെയാണെങ്കിൽ ഇറ്റ് ഈസ് ലോങ് ടേം. ഏതൊരു കേസിലാണ്, ഇൻ ദ കേസ് ഓഫ് ഷെയർസ്. നോർമലി ആണെങ്കിൽ 3 വർഷമാണ്, 36 മാസമാണ്. ലാൻഡ് പോലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇറ്റ് ഈസ് 2 years ആണ്, ഓർ 24 months ആണ്. Okay, so this is the capital gain tax. Next is STT, Securities Transaction Tax. This is the tax which is applicable at the time of purchase and sale of securities. So നമ്മുടെ ഷെയർസ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും, 2 കേസിലും. സോ ഒരു ഷെയർ ഞാൻ വാങ്ങുമ്പോഴും ആ സെയിം ഷെയർ ഞാൻ വിൽക്കുമ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ടാക്സ് ചെയ്യുന്നു. അതാണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. സോ സപ്പോസ് there are 2 persons, A and B. സോ എയുടെ കയ്യില് കമ്പനി വിഷ്ണു
എന്റർപ്രൈസിന്റെ ഷെയർസ് ഉണ്ട് വിചാരിക്കും. സപ്പോസ് എയുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ട്, നമ്മുടെ വിഷ്ണു എന്റർപ്രൈസ് കമ്പനിയുടെ ഷെയർ ഉണ്ട്. ആൻഡ് ഈ ഷെയർ എന്ത് ചെയ്യുന്നു, കമ്പനി വിൽക്കുകയാണ്. ആ വിൽക്കുന്ന സമയത്ത് when there is selling of shares, അവിടെ എന്ത് വന്നു, STT ഗവൺമെന്റ് ലഭിച്ചേക്കുന്നു. ആൻഡ് ബി എന്ത് ചെയ്യുന്നു, ഈ ഷെയർ വാങ്ങുകയാണ്, പർച്ചേസ് ചെയ്യുകയാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നു, there is also STT. സോ സെയിം ഷെയർ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എന്തുണ്ട്, ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നു. ഇനി ബി എന്ത് ചെയ്യാൻ പോവാണ്, സപ്പോസ് ഈ ഒരു ഷെയർ വിഷ്ണു എന്റർപ്രൈസിന്റെ ഷെയർ വിൽക്കാൻ പോവാണ്, സെല് ചെയ്യാൻ പോവാണ്. അപ്പോഴും എന്ത് വരും, STT വരും. സോ STT is applicable on both selling and purchasing of shares. ഒരു ഷെയർ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഈ റേറ്റ് നോക്കുവാണെങ്കിൽ നോമിനൽ റേറ്റ് ആണ് 0.01 ഒക്കെയാണ് റേറ്റ് വരുന്നത്, തുച്ഛമായ റേറ്റ് ആണ്. സോ ദ റേറ്റ് ഓഫ് STT നോക്കുമ്പോൾ 0.01% up to 2%, മാക്സിമം പരമാവധി വരുന്ന 2%. സോ 0.01 മുതൽ 2% വരെയാണ് അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ റേറ്റ് ഓഫ് ടാക്സ് വരുന്നത്. സോ 0.01 അല്ല 0.001 മുതൽ. സോ യു ക്യാൻ സി 0.001 to 2%. ദാറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് STT എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് വൺ മോർ തിങ്, എന്തിനാണ് ഈ STT ലഭിച്ചതെന്ന് അറിയാമോ? വാട്ട് ഈസ് ദ റാഷണൽ ഫോർ ലിവിങ് STT? The main rationale for levying STT is to find out the transaction of shares, and thereby it enables the government to identify the gain that a person has received while selling of shares. മനസ്സിലായോ എന്താ പറഞ്ഞേ? This STT is levied, or STT is levied on selling and purchasing. ഒരു ഷെയർ വാങ്ങുമ്പോഴും അത് വിൽക്കുമ്പോഴും, ഒരു ഷെയർ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എന്തിനാണ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, when the government is taxing the same share, ഈ സെയിം ഷെയർ ടാക്സ് ചെയ്യപ്പെടുമ്പോൾ സർക്കാർ അറിയാൻ പറ്റും ഈ ഷെയർ ആര് വാങ്ങിച്ചു, അതുപോലെ വാങ്ങിച്ചത് എത്ര വിലക്കാണ്. സപ്പോസ് 10 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, വിറ്റത് 100 രൂപയ്ക്കാണ്. സോ ഗവൺമെന്റ് അറിയാൻ പറ്റും ഒരു ഷെയർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, എത്ര രൂപയ്ക്ക് കൊടുത്തു എന്ന കൃത്യമായ ധാരണ ഗവൺമെന്റിന് ലഭിക്കുന്നതാണ്. സോ ദ ഗവൺമെന്റ് വിൽ കെയിം ടു നോ on how much price a share was purchased, on how much price a share was sold or distributed. So ഇവിടെ 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 100 രൂപയ്ക്ക് വിറ്റു. സോ ഗവൺമെന്റ് ഐഡന്റിഫൈ പറ്റി, 90 രൂപ ലാഭം ഉണ്ടാക്കി. സോ എന്ത് ചെയ്യാം, നമ്മള് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് impose ചെയ്യും. So this is the reason behind levying of STT on both sale and purchase and Arthashasthra. And this was introduced during 2004. ഒക്ടോബർ 1, 2004 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. സോ 2004 ഈ പറഞ്ഞ STT വന്നതെന്നും അറിഞ്ഞിട്ടില്ല. And next is a question. Under which of the following circumstances may capital gains arise? ഈ പറഞ്ഞ ഏത് സാഹചര്യത്തിലാണ് capital gains arise ചെയ്യുന്നത്? When there is an increase in sale of a product, when there is a natural increase in the value of property owned, when you purchase a painting and there is growth in its value due to increase in popularity. So ചോദ്യം, മുകളിൽ പറഞ്ഞ ഏതൊക്കെ സാഹചര്യങ്ങളിൽ we can see there is capital gains, അവിടെ ലാഭം ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു ഗെയിൻ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ പറയാം? തോടുണ്ടോ? when you purchase a painting there is growth in value due to its popularity. തോടുണ്ടല്ലോ, ഉണ്ട്. നമ്മൾ പറഞ്ഞു, എന്റെ പെയിന്റിംഗ് നിങ്ങൾ വാങ്ങിച്ചു, എന്റെ പെയിന്റിംഗ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, വാങ്ങിച്ചത് 500 രൂപയ്ക്കാണ്. എന്നാൽ പിൽക്കാലത്ത്
ഞാൻ പ്രശസ്തനായ ഒരു ചിത്രകാരനായപ്പോൾ എന്റെ പെയിന്റിങ് നിങ്ങൾ 500 കോടിക്കാണ് നിങ്ങൾ വിറ്റത്. സോ ആ പെയിന്റിങ് വില ഇപ്പൊ എത്ര? 500 കോടിയാണ്. സോ യു ഹാവ് റിസീവ്ഡ് എ ഗെയിൻ, അല്ലെങ്കിൽ യു ആർ ജനറേറ്റിംഗ് എ ഗെയിൻ ഓഫ് 499 കോടി 99,99,500 അത്ര നിങ്ങൾക്ക് ഗെയിൻ കിട്ടി. സോ തേർഡ് ഉണ്ട്. സോ തേർഡ് ഉണ്ട് എന്നറിയാമെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് സി. കാരണം എന്താ? രണ്ടിലും തേർഡ് ഇല്ല. തേർഡ് ഉണ്ട് നമുക്കറിയാം. സോ തേർഡ് ഉണ്ട്. ബാക്കി ഓപ്ഷൻ ഏതാ? ബി ഉണ്ട്, ഡി ഉണ്ട്. സോ ബിയിലും ഡിയിലും 2 ഉണ്ട്, 3 ഉണ്ട്. വിച്ച് മീൻസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയില്ലേ കൂടെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വെൻ ദർ ഈസ് എ നാച്ചുറൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഓൺഡ്. സപ്പോസ് ഒരു വ്യക്തി ഒരു ലാൻഡ് ഓൺ ചെയ്യുന്നു. ഞാനൊരു ലാൻഡ് ഓൺ ചെയ്യുകയാണ്. ഇപ്പൊ എന്റെ ലാൻഡിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റോഡ് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വികസനം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കാലം കഴിയുന്നതനുസരിച്ച് ഈ പറഞ്ഞ ലാൻഡിന്റെ വാല്യൂ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ വി ക്യാൻ സി വെനെവർ എന്റെ ലാൻഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുകയാണ്? there is capital gain. അപ്പോൾ എന്താണ്? ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. സോ 2 എന്താണ്? ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? when there is increase in the sale of a product. വിൽപ്പന നടക്കുന്നു, ഒരു ഉൽപ്പന്നത്തിന്റെ വിൽപ്പന കൂടി നടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ലാഭം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉദാഹരണം പറയുമ്പോൾ ഒരു ഷെയർ എടുക്കാം. ഒരു ഷെയർ, ഞാൻ ഈ ഷെയർ 10 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഒരു കമ്പനിയുടെ ഒരു ഷെയർ ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നാൽ കോവിഡ് ആയപ്പോൾ ഈ പറഞ്ഞ ഷെയറിന്റെ പ്രൈസ് ഇടിഞ്ഞു. 5 രൂപയ്ക്ക് ഞാൻ ഈ ഷെയർ വിൽക്കുകയാണ്. എന്നെ പോലെ തന്നെ 10 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ച എല്ലാവരും എന്ത് ചെയ്യുന്നു? 5 രൂപയ്ക്ക് ഷെയർ പ്രൈസ് ഇടിഞ്ഞപ്പോ 5 രൂപയ്ക്ക് ഇനി നഷ്ടം ഉണ്ടായിരിക്കാൻ വേണ്ടി 5 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഷെയർ വിൽക്കുകയാണ്. സോ ഞങ്ങൾ ഈ പറഞ്ഞ ഷെയറിലെ വിൽക്കുമ്പോൾ വി ക്യാൻ സി there is a transaction, right? ഉണ്ടല്ലോ, there is a transaction. വിച്ച് മീൻസ് ഞങ്ങൾ ഈ ഷെയർ വിൽക്കുമ്പോൾ വേറെ ആരും വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഷെയർ പിന്നെ ഇടിയുമ്പോൾ അയാൾ വിൽക്കുക. സോ വി ക്യാൻ സി സെയിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്, വിൽപ്പന നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് we cannot say that there is an increase in the gain. അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ കഴിയില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ബാക്കി രണ്ടും ശരിയാണ്. സോ ഇവിടെ സാർ പറഞ്ഞ പോലെ ആൻസർ എന്താ? ബി ആണ്. സോ ആൻസർ ഈസ് ബി. 2 and 3 ഉള്ളു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം എന്താ? സെയിൽ കൂടി എന്ന് പറഞ്ഞാൽ വി കനോട്ട് സേ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം കുറഞ്ഞ വിലയ്ക്ക് വിറ്റുപോവാ. ഒരു ഉൽപ്പന്നം കുറഞ്ഞ വിലയ്ക്ക് വിറ്റുപോവാ. അതുകൊണ്ട് തന്നെ when there is increase in sale of a product, we cannot say there is capital. So now we can discuss indirect tax. Indirect taxന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി പറയാതെ. കസ്റ്റംസ് ഡ്യൂട്ടി പറയാം. Before we start indirect tax, we can take 5 minutes break. നമുക്കൊരു 5 minute break എടുക്കാം. And you kindly recollect the considered indirect tax and recollect, you will revise the topic that we discuss now. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മാറ്റ്, DDT, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, STT ഒക്കെ നോക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞ ഇൻഡയറക്ട് ടാക്സ് നോക്കുക. സോ വി ക്യാൻ റെസ്യൂം. 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ്. 7:15 ഒരു 7:80 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 3 മിനിറ്റ്
പോയി കളയല്ലേ, ഒന്ന് ഫ്രഷ് ആവാൻ നിൽക്കുവാണെങ്കിൽ ഒരു 3 മിനിറ്റ്. ഇപ്പം 16 ആയി, വിഷ് 790, ഒരു 3 മിനിറ്റ് ഒന്ന് എന്ത് ചെയ്യും, റെക്കലക്ട് ചെയ്യും. അതുപോലെ ആഫ്റ്റർ റീകളക്ടിങ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ നോട്ട് എന്തെങ്കിലും ഡൗട്ടിനെ ചോദിക്കുക, നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. എന്ത് പറയുന്നു, നോക്കിയോ? നോക്കിയോ എല്ലാരും? എല്ലാരും ഉണ്ടല്ലോ? ഓക്കെ, സോ എനി ഡൗട്ട്? ഓക്കെ, സോ നമുക്കെന്നാ സംശയമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് indirect tax in the example. The first one is customs duty. Customs തീരുവ. സോ എന്തായിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. when we started our discussion of taxation, നമ്മൾ പറഞ്ഞിരുന്നു what are the rationale of taxation, അല്ലെങ്കിൽ why the government is levying tax അത് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു പോയിന്റ് ആയിരുന്നു, in order to reduce the export, in order to reduce the import, government has the provision to impose customs duty. അതുപോലെ തന്നെ government has the provision to impose anti-dumping duty എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ എന്തായിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഉൽപ്പന്നം എക്സ്പോർട്ട് ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് എ ടാക്സ്. അതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആൻഡ് export duty. And you can see
ഈ പറഞ്ഞ എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഇമ്പോസ് ചെയ്യുകയും അത് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ പറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുകയും അത് കളക്ട് ചെയ്യുകയും ചെയ്തത്, ചുമത്തുന്നത്. എത്ര ആൾക്കാരുടെ നിരക്ക്, അതുപോലെ ഇത് കളക്ട് ചെയ്യുന്ന ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ പറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിരുന്നു നമ്മൾ പറഞ്ഞ ADD, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. എന്തായിരുന്നു ADD എന്ന് പറഞ്ഞ? ഒരു ഫോറിൻ കൺട്രി ആ കൺട്രിയുടെ ഡൊമസ്റ്റിക് വിപണിയേക്കാൾ, ഒരു ഫോറിൻ കൺട്രി ആ കൺട്രിയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് മേലെ ഗവൺമെന്റ് വിൽ ബി ഇമ്പോസിങ് ആന്റി ഡാമ്പിംഗ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ബേസ്. എക്സാമ്പിൾ പറഞ്ഞല്ലോ, ടോയ് ഇൻഡസ്ട്രി എടുക്കുക. സോ ചൈനയില് സപ്പോസ് ഒരു ടോയ്ക്ക് 5 രൂപയാന്ന് വിചാരിച്ചു, 10 രൂപയെന്ന് വെച്ചു. സപ്പോസ് ചൈനയില് ഒരു കളിപ്പാട്ടത്തിന് 10 രൂപയാണ്. എന്നാൽ ചൈന എന്ത് ചെയ്യുന്നു? 5 രൂപയ്ക്ക് ടോയ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 5 രൂപയാണ് ആ ടോയ്ക്ക് വില. ആൻഡ് ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രി ആ ഫോറിൻ കൺട്രിയുടെ ഡൊമസ്റ്റിക് വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇങ്ങനെ വരുന്ന ഉൽപ്പന്നത്തിന് മേലെ ഒരു എക്സ്ട്രാ നികുതി, ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയാണത്. ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയാണ്. പ്രൊട്ടക്ഷനിസ്റ്റ് നമ്മുടെ വ്യവസായിക ബേസിനെ, ഇൻഡസ്ട്രിയൽ ബേസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് എന്ത് ഗവൺമെന്റ് ഈ ടാക്സ് ചുമത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ടു പ്രിവെന്റ് ദ ഡംപിംഗ് ഓഫ് ഫോറിൻ ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിനുള്ള ഫോറിൻ ഗുഡ്സ് ഇന്ത്യയിൽ ഡംപ് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെഷറാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ആൻഡ് ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് അറിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ടാക്സ് ആയിരുന്നു സർവീസ് ടാക്സ്. സർവീസ് ടാക്സ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഡൗട്ട് വെച്ചു മാഡം. സോ സർവീസ് ടാക്സ് 1994 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി. ഓർമ്മയുണ്ടോ പേരെന്താണ്? 1994 ഈ ടാക്സ് ഇന്ത്യ വരുന്നത്. വിച്ച് കമ്മിറ്റി ഹാസ് റെക്കമെൻഡഡ് the introduction of, very good, Raja Chelaya Committee on tax reforms. So നമ്മുടെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത രാജ ചെല്ലയ കമ്മിറ്റി on tax reforms suggested the introduction of service tax in India. നോക്കുവാണെങ്കിൽ this tax was introduced post LPG reforms ആണ്. നമ്മുടെ LPG reforms ശേഷമാണ് എന്ത് ഈ ടാക്സ് ഇന്ത്യയിൽ ഏർപ്പെടുത്തുന്നത്. സോ ദിസ് കമ്മിറ്റി ഹാസ് റെക്കമെൻഡഡ് ആദ്യം ഇനിഷ്യലി 3 മേഖലയിലാണ് എന്ത് ഈ ടാക്സ് വരുന്നത്. ഏതൊക്കെയാണ്? ടെലിഫോൺ സർവീസസ്, ഷെയർ ബ്രോക്കിംഗ്, ദെൻ ജനറൽ ഇൻഷുറൻസ് ഓർ നോൺ ലൈഫ് ഇൻഷുറൻസ് എന്നീ 3 മേഖലയിലാണ് ആദ്യമായിട്ട് സർവീസ് ടാക്സ് വരുന്നത്. എന്നാൽ പിന്നീട് ദിസ് ടാക്സ് വാസ് ആപ്ലിക്കബിൾ ഓൺ ന്യൂമറസ് സർവീസസ്. ഇന്ത്യയിലുള്ള പല സർവീസുകളിലേക്ക് ഈ ടാക്സിന്റെ ആപ്ലിക്കബിലിറ്റി ഇൻക്രീസ് ചെയ്തു. സോ ദ ബേസ് ഓഫ് സർവീസ് ടാക്സ് വൈഡൻ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഏതൊക്കെ സർവീസിന് ടാക്സ് ഉണ്ട്, ഏതൊക്കെ സർവീസിന് ടാക്സ് ഇല്ല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി എക്കണോമിയിൽ. കടക്കാരുടെ ഇടയിലും വ്യാപാരികളുടെ ഇടയിലും there was a confusion that on which services there is service tax, on which services where there is no service tax. So
സർവീസ് ടാക്സ് ഉള്ള ഏതൊക്കെയാണ്, സർവീസ് ടാക്സ് എക്സംഷൻ ഇല്ലാത്ത ഏതാണ് എന്നൊരു ഡൗട്ട് കണക്കാരുടെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോ ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ലിസ്റ്റ് കോൾഡ് ആസ് നെഗറ്റീവ് ലിസ്റ്റ്. നെഗറ്റീവ് ലിസ്റ്റ് എന്നൊരു ഡോക്യുമെന്റ് ഗവൺമെന്റ് റിലീസ് ചെയ്തു. ആൻഡ് ഈ ഒരു ലിസ്റ്റിനകത്ത് ഗവൺമെന്റ് ഹാസ് ഇൻക്ലൂഡഡ് ദോസ് സർവീസസ് വിച്ച് ഈസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സേഷൻ. അതായത് സർവീസ് ടാക്സ് ചുമത്താത്ത അല്ലെങ്കിൽ സർവീസ് ടാക്സിന് ഇളവുകളുള്ള, സർവീസ് ടാക്സിന് അല്ലെങ്കിൽ സേവന നികുതിക്ക് ഇളവുകളുള്ള മേഖല ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സേവന നികുതി ഇല്ലാത്ത സർവീസ് ഏതൊക്കെയാണ് എന്ന് ഗവൺമെന്റ് എന്ത് ചെയ്തു, നെഗറ്റീവ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു ദോസ് ഐറ്റംസ് ഓർ ദോസ് എൻട്രീസ് വിച്ച് ഈസ് there in this list will be exempted from service tax. സോ ഏതൊക്കെ ഐറ്റംസ് ആണോ, ഏതൊക്കെ സർവീസ് ആണോ ഈ ലിസ്റ്റിലുള്ളത് അതിനെന്തില്ല, ടാക്സ് ഇല്ല. മറ്റുള്ള എല്ലാ സർവീസിനും unless and until a service is included under നെഗറ്റീവ് ലിസ്റ്റ്, അല്ലാത്ത പക്ഷം എല്ലാത്തിനും എന്തുണ്ട്, ടാക്സ് എന്ന് പറഞ്ഞു. സോ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം, നെഗറ്റീവ് ലിസ്റ്റ് in the taxation was associated with which tax? ഏത് ടാക്സുമായി ബന്ധപ്പെട്ടാണ് നെഗറ്റീവ് ലിസ്റ്റ് എന്ന ഒരു ആശയം കേൾക്കാൻ കഴിയുന്നത്? ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ സർവീസ് ടാക്സ് റെജീം ആണെന്ന് അർത്ഥം. ആൻഡ് ഇപ്പോ ഈ ടാക്സ് ഉണ്ടോ? ഇല്ല. സർവീസ് ടാക്സ് 2017 അബോളിഷ് ചെയ്തു. സോ 2017 പ്രത്യേകത എന്താ? ഓൺ July 1, 2017 ഇന്ത്യ കണ്ട വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡയറക്ട് ടാക്സ് റിഫോം ഇന്ത്യയിൽ നടപ്പിലാകുകയുണ്ടായി. ആൻഡ് എന്തായിരുന്നു ആ റിഫോം? ദ റിഫോം ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഓർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി ഇന്ത്യയില് 2017 ജൂലൈ 1 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ചരക്ക് സേവന നികുതി വന്നപ്പോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല ഇൻഡയറക്ട് ടാക്സുകളും അബോളിഷ് ചെയ്യപ്പെട്ടു. എക്സാമ്പിൾ സർവീസ് ടാക്സ്. ആൻഡ് സർവീസ് ടാക്സ് കളക്ട് ചെയ്ത ആരായിരുന്നു? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ സർവീസ് ടാക്സ് ഇൻ ഇന്ത്യ were collected by സെൻട്രൽ ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു എന്ത് സർവീസ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒരു ടാക്സ് ആണ് എക്സൈസ് ഡ്യൂട്ടി. സോ നെക്സ്റ്റ് ടാക്സ് ആണ് എക്സൈസ് and excise duty was levied on the production of a commodity. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന വേളയിൽ ചുമത്തുന്ന ടാക്സ് ആയിരുന്നു എന്ത്? എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. സോ excise duty was levied on the production of a commodity. Then excise dutyയുടെ മറ്റ് വകഭേദങ്ങളാണ് മോഡ് വാറ്റ്, സെൻ വാറ്റ്. സോ excise duty was levied on the production of a commodity. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന വേളയിൽ ചുമത്തുന്ന ടാക്സ് ആണ് excise duty, and it was levied by സെൻട്രൽ ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് എക്സൈസ് ഡ്യൂട്ടി പൊതുവിൽ ചുമത്തുന്നത്. ആൻഡ് എക്സൈസ് ഡ്യൂട്ടിയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ് മോഡ് വാറ്റ് ഓർ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ് സെൻ വാറ്റ് ഓർ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. സോ ഇത്ര മാത്രം നിങ്ങൾ എക്സൈസ് അറിഞ്ഞാൽ മതി. സോ എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്ന ആരാണ്, അതുപോലെ
മോഡ്വാറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് സെൻവാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ മോഡിഫിക്കേഷൻ ഓഫ് മോഡ്വാറ്റ് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയുടെ മറ്റൊരു വകഭേദമാണ്, മറ്റൊരു പേരാണ് സെൻവാറ്റ് ആയാലും മോഡ്വാറ്റ് ആയാലും ഒരു മോഡിഫിക്കേഷൻ ആണ്. ആൻഡ് മോഡ്വാറ്റ് വരുന്നത് 1986 based on the recommendation of LK Shah Committee. So LK Shah Committee recommendation പ്രകാരമാണ് മോഡ്വാറ്റ് വന്നത്. ഇത്രയുമാണ് എക്സാം പോയിന്റില് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തരാം എന്താണ് ഈ മോഡിഫിക്കേഷൻ, എന്തുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി മോഡിഫൈ ചെയ്തു മോഡ്വാറ്റ് ആയിട്ടും സെൻവാറ്റ് ആയിട്ടും. സോ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്, എക്സാമിന് അറിയേണ്ടത് അത്ര കാര്യമുള്ളൂ. എന്ത്? മോഡ്വാറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി. അതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ്. 1986 ഈ പറഞ്ഞ മോഡ്വാറ്റ് വരുന്നത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഉണ്ടാകുന്നത്. 2000 സെൻവാറ്റ് ആയിട്ട് എക്സൈസ് ഡ്യൂട്ടി മോഡിഫൈ ചെയ്യുന്നത്. ആൻഡ് 1986 മോഡ്വാറ്റ് വന്നത് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് LK Shah Committee. ഇത്രയാണ് അറിയേണ്ടത്. നമുക്ക് നോക്കാം ഇനി വൈ excise duty was modified into മോഡ്വാറ്റ്. എന്തുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി മോഡ്വാറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യപ്പെട്ടു? സോ സപ്പോസ് there's a company A. സോ ഒരു കമ്പനി ഉണ്ട് A. And ഈ കമ്പനി suppose they are producing ബിസ്ക്കറ്റ്. സോ ഒരു കമ്പനി ഉണ്ട് A. സോ ഈ കമ്പനി ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നേരം ബിഫോർ പ്രൊഡ്യൂസിങ് ബിസ്ക്കറ്റ് ഈ കമ്പനിക്ക് ചില റോ മെറ്റീരിയൽ വേണം. സപ്പോസ് ഷുഗർ, then wheat flour, then chocolate. So ഈ കമ്പനി എന്തൊക്കെ വേണം? In order to produce biscuit, this company requires raw materials: sugar, wheat flour, chocolate. So ഈ പറഞ്ഞ ഷുഗർ ഈ കമ്പനി വാങ്ങുന്ന വേളയിൽ this company is supposed to pay excise duty on sugar, right? ടാക്സ് കൊടുക്കണമല്ലോ. നമ്മുടെ A എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ദാക്ഷായണി ബിസ്ക്കറ്റ് എടുത്തോ, ദാക്ഷായണി ബിസ്ക്കറ്റ്. സോ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി ബിസ്ക്കറ്റ് നിർമ്മിക്കാനായിട്ട് whenever they purchase raw materials, അവർ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ അവരെന്ത് ചെയ്യണം? ഈ കമ്പനി ടാക്സ് കൊടുക്കണം. ഷുഗറിന് കൊടുക്കണം, വീറ്റ് ഫ്ലോറിന് കൊടുക്കണം, അതുപോലെ ചോക്ലേറ്റിന് കൊടുക്കണം. സപ്പോസ് ഷുഗറിന് 10 രൂപ ഡ്യൂട്ടി കൊടുത്തു, വീറ്റ് ഫ്ലോറിന് 10 രൂപ ഡ്യൂട്ടി കൊടുത്തു, ആ ചോക്ലേറ്റിന് സപ്പോസ് 30 രൂപ ഡ്യൂട്ടി കൊടുത്തു. സോ ഈ കമ്പനിക്ക് ഇൻപുട്ട് വാങ്ങിച്ചപ്പോ 50 രൂപ എക്സൈസ് ഡ്യൂട്ടി ആയി. സോ ഒരു കമ്പനി ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത്, അല്ലെ ഈ പറഞ്ഞ ദക്ഷിണ കമ്പനി റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ആ വിൽപ്പന വിലക്കകത്ത് അവരുടെ ഇൻപുട്ട് കോസ്റ്റ് ആഡ് ചെയ്യും. സപ്പോസ് ഈ കമ്പനി 1000 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വിൽക്കാന്ന് വെച്ചു. സോ നമ്മുടെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി 1000 രൂപയ്ക്കാണ് ഈ പറഞ്ഞ ബിസ്ക്കറ്റ് വിൽക്കുന്നത്. ആൻഡ് 1000 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്ന സമയത്ത് അതിന് മേലെ എന്ത് വരും? ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. ആണല്ലോ, ഞാൻ പറഞ്ഞു
whenever there is production, നിർമ്മാണം നടക്കുന്ന സമയത്ത്, നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ അതിന് മേലെ എന്ത് വരും? എക്സസ് ഡ്യൂട്ടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യും. ഏത് ഗവൺമെന്റ്? കേന്ദ്ര ഗവൺമെന്റ്. സോ ഷുഗർ ആയാലും വീറ്റ് ഫ്ലോർ ആയാലും ചോക്ലേറ്റ് ആയാലും നിർമ്മാണ ഭാഗമായി ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഷുഗറിന് മേലെയും വീറ്റ് ഫ്ലോറിന് മേലെയും ചോക്ലേറ്റിന് മേലെയും ഗവൺമെന്റ് എന്ത് ചെയ്തു? എക്സസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. സോ 10, 10, 30 അതാണ് എക്സസ് ഡ്യൂട്ടി ഓൺ ഷുഗർ, വീറ്റ് ഫ്ലോർ ആൻഡ് ചോക്ലേറ്റ്. ആൻഡ് ഈ പറഞ്ഞ വസ്തു ഉപയോഗിച്ച് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെല് ചെയ്യാൻ പോവാണ്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി സോൾഡ് 1000 രൂപ. ആ സമയത്ത് എന്ത് വരും? എക്സ് ഡ്യൂട്ടി ആഡ് ചെയ്ത് വരും. സപ്പോസ് 10% വിചാരിക്കും എക്സ്. സോ 1000 രൂപയാണ് ബേസ് പ്രൈസ്. അതിനൊപ്പം 100 രൂപ എക്സസ് ഡ്യൂട്ടിയുടെ വരുന്നു. അങ്ങനെ 1100 രൂപയ്ക്കായിരിക്കും എന്ത്? ഈ ബിസ്ക്കറ്റ് വിറ്റ് കൊടുക്കുക. ഇനി പറയട്ടെ, ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഈ കമ്പനിയുടെ റോ മെറ്റീരിയൽ കോസ്റ്റ്, ഷുഗറിന്റെയും വീറ്റ് ഫ്ലോറിന്റെയും ചോക്ലേറ്റിന്റെയും റോ മെറ്റീരിയൽ കോസ്റ്റ്, ഈ പറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായ പൈസ, പ്ലസ് ദ ടാക്സ് ഓൺ ദിസ് റോ മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ കണ്ടു, ഈ പറഞ്ഞ ഷുഗറും വീറ്റ് ഫ്ലോറും ചോക്ലേറ്റും വാങ്ങിച്ചപ്പോ 50 രൂപ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട്, ടാക്സ് ആയിട്ട് ഈ കമ്പനി കൊടുത്തു. സോ ഇൻപുട്ട് ടാക്സ് ആണ് ഈ പറഞ്ഞ 50 രൂപ. ഒരു കമ്പനിക്ക് ഇൻപുട്ട് വാങ്ങിച്ചപ്പോ ഇത്ര പൈസയായി. കമ്പനി എന്ത് ചെയ്യുമായിരിക്കും? ഈ ടാക്സ് അവരുടെ ഫൈനൽ പ്രൈസിനകത്ത് ആഡ് ചെയ്യും. ആഡ് ചെയ്യില്ലേ? അവർ സ്വയം വഹിക്കുമോ? സ്വയം ഒരു കമ്പനി നഷ്ടം സഹിക്കുമോ? ഇല്ല. സോ ഷുഗറും ചോക്ലേറ്റും അതുപോലെ വീറ്റ് ഫ്ലോറും വാങ്ങിച്ചപ്പോ അവർക്ക് കുറച്ച് പൈസയായി, അതിന്റെ ബേസ് പ്രൈസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ഉൽപ്പന്നത്തിന് മേലെ ടാക്സ് കമ്പനി പേ ചെയ്യുന്നുണ്ട്. സോ ഈ 1000 രൂപയ്ക്കകത്ത് എന്തുണ്ട്? ഈ കമ്പനിയുടെ ലാഭമുണ്ട്, അവരുടെ പ്രോഫിറ്റ്, ഫാക്ടർ കോസ്റ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ക്ലാസ്സിൽ ഓരോ ഫാക്ടേഴ്സ് കൊടുക്കേണ്ട പൈസ, ഫാക്ടർ കോസ്റ്റ്, അതുപോലെ കമ്പനിയുടെ റോ മെറ്റീരിയൽ കോസ്റ്റ്, അതേപോലെ തന്നെ എന്തുണ്ട്? ഈ പറഞ്ഞ ടാക്സും ഉണ്ട്, ഇൻപുട്ട് ടാക്സും ഉണ്ട്. സോ ഈ 1000-നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 950 പ്ലസ് 50 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാമോ? കാരണം 950 എന്ന് പറയുമ്പോൾ എന്താ? 950-നകത്ത് അവരുടെ ഇൻപുട്ട് കോസ്റ്റുകൾ, അവരുടെ പ്രോഫിറ്റ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? ഈ 950. ഈ 50 എന്താ? ഇറ്റ് ഈസ് ദ ടാക്സ് വൈൽ പർച്ചേസിങ് ഇൻപുട്ട്. സോ ഇൻപുട്ട് വാങ്ങിച്ചപ്പോ അവർ കൊടുത്ത നികുതി, അതാണെന്ത്? ഈ പറഞ്ഞ 50 രൂപ. ഞാൻ നോക്കാൻ കാരണം, ഞാൻ ഇപ്പം മിനിമൈസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇടയ്ക്ക് അവരെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ബൈക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് എനിക്ക് അറിയാൻ പറ്റത്തില്ല. പാർട്ടിസിപ്പൻസ് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കാണണ്ടേ? എനിക്ക് കാണില്ല. സോ എന്താ പറഞ്ഞേ? ഈ പറഞ്ഞ 1000 രൂപയിൽ 50 രൂപ എന്താണ്? ടാക്സ് ആണ്. സോ ഈ എൻ്റെ 1000-ന് മേലെയാണെന്ത്? 10% എക്സൈസ് തീരുവ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തത്. ആൻഡ് യു ക്യാൻ സി, ഈ 100 രൂപ എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാ? എനിക്ക് 10% ഓഫ് 950 പ്ലസ് 10% എക്സസ് ഡ്യൂട്ടി ഓഫ് 50. ഇതിൽ കൂടെ എനിക്ക് എഴുതാമല്ലോ. കാരണം എന്താ? വി സ്പ്ലിറ്റഡ് ദിസ് 1000 into 2. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ 95 പ്ലസ് 5 എന്ന് എനിക്ക് ഈ 100 രൂപേനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ 5-ന് പ്രത്യേകം എന്താ? ഈ 5 എന്ന് പറയുമ്പോൾ 10% എക്സസ് ഡ്യൂട്ടി ഓൺ 50 ആണ്.
ഈ 50യുടെ പ്രത്യേകത എന്താ? ഈ 50 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സൈസ് ഡ്യൂട്ടി പെയ്ഡ് ഓൺ ഇൻപുട്ട് ആണ്. സോ ഇൻപുട്ട് വാങ്ങിച്ചപ്പോ കൊടുത്ത ഡ്യൂട്ടിയാണ് 50 രൂപ. സോ 10% ടാക്സ് ഓൺ 50 എന്ന് പറയുമ്പോൾ we can call it is a tax on tax അല്ലേ? ഓൾറെഡി ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്ത ഒരു ഉൽപ്പന്നത്തിന് മേലെ വീണ്ടും എന്ത് ചെയ്യുന്നു? സെയിം ടാക്സ് ലഭിച്ചിരിക്കുക. ഓൾറെഡി എന്ത് ചെയ്തു? ഷുഗറിന് മേലെയും വീറ്റ് ഫ്ലോറിന് മേലെയും ചോക്ലേറ്റിന് മേലെയും എക്സൈസ് ഡ്യൂട്ടി ലഭ്യ ചെയ്തു. ആ ലഭ്യ ചെയ്ത എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ആ കിട്ടിയ എക്സൈസ് ഡ്യൂട്ടിയുടെ എമൗണ്ടിന് മേലെ പിന്നെ എന്ത് ചെയ്യുവാണ്? എക്സൈസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുക. ദിസ് ഈസ് ടാക്സ് ഓൺ ടാക്സ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സേഷൻ. എന്താണിത്? കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സേഷൻ. സോ ഓൾറെഡി ഒരു ഉൽപ്പന്നത്തിനെ ടാക്സ് ചെയ്തു, അതുവഴി അതിന് ടാക്സ് എമൗണ്ട് കണ്ടെത്തി. ആ ടാക്സ് എമൗണ്ടിന് മേലെ വീണ്ടും ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് എമൗണ്ടിന് മേലെ നോക്കുകയാണെങ്കിൽ 50 രൂപ എന്താണ്? ഓൾറെഡി കൊടുത്ത ടാക്സ് എമൗണ്ട് ആണ്. സോ ഒരു ടാക്സ് എമൗണ്ടിന് മേലെ വീണ്ടും ടാക്സ് ചെയ്യുകയാണെങ്കിൽ that is called as the cascading effect of taxation. അതാണ് എന്ത്? Cascading effect of taxation. This was the issue in the excise duty regime. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 1986 വരെ ഉണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി റെജീമിന്റെ ഒരു ചലഞ്ച് ആയിരുന്നു ഈ പറഞ്ഞ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സേഷൻ. സോ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സേഷൻ was an issue in the excise duty regime. ഇത് മറികടക്കാനായിട്ട് LK Jha കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം വരുന്നതാണ് the modification in excise duty, which is the mod VAT or modified value added tax. So in this mod VAT regime, the government is giving some credit. നമ്മുടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി ഇൻപുട്ട് കൊടുത്ത ടാക്സ് അവർക്ക് ഫൈനൽ കിട്ടുന്ന ടാക്സിൽ നിന്ന് ക്ലെയിം ചെയ്യാം എന്നൊരു പ്രൊവിഷൻ ഗവൺമെന്റ് കൊടുത്തു. എന്താ പറഞ്ഞേ? ഒരു കമ്പനി ഇൻപുട്ട് കൊടുത്ത ടാക്സ്, സോ ഇൻപുട്ട് കൊടുത്ത ടാക്സ്, ആ ടാക്സ് കമ്പനിക്ക് ഫൈനലി കൊടുക്കണ്ട, ഫൈനലി ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ട ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ക്ലെയിം ചെയ്യാം, അതിന് ഡിഡക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ദ മോഡ് വാറ്റ് ക്രെഡിറ്റ്. ഇതാണ് എന്ത്? ദ മോഡ് വാറ്റ് ക്രെഡിറ്റ്. സോ വിച്ച് ഈസ് ദ ഇൻപുട്ട് ടാക്സ് വിച്ച് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഔട്ട്പുട്ട് ടാക്സ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ മോഡ് വാറ്റ് ക്രെഡിറ്റ്. സോ ഇവിടെ നോക്കുക, കമ്പനി ABC, ഈ കമ്പനി ഷുഗർ, വീറ്റ് ഫ്ലോർ, ചോക്ലേറ്റ് വാങ്ങിച്ചു. ഷുഗർ, വീറ്റ് ഫ്ലോർ, ചോക്ലേറ്റ് ഈ കമ്പനി വാങ്ങിച്ചു. അതുവഴി ബിസ്ക്കറ്റ് നിർമ്മിച്ചു. എന്നിട്ട് അതേ എക്സാമ്പിൾ, 10 രൂപ ഷുഗറിന്, 10 രൂപ വീറ്റ് ഫ്ലോറിന്, 30 രൂപ ചോക്ലേറ്റ്. അങ്ങനെ ഈ കമ്പനി എന്ത് ചെയ്തു? ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ബിഫോർ ഡിറ്റർമിനിങ് ദ ബേസ് പ്രൈസ്, ഗവൺമെന്റ് എന്താ പറഞ്ഞേ? നിങ്ങൾ നേരത്തെ എന്താ ചെയ്തിട്ടുണ്ടേ? നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചു, അസംസ്കൃത വസ്തു വാങ്ങിച്ചു, റോ മെറ്റീരിയൽ വാങ്ങിച്ചു. ആ സമയത്ത് നിങ്ങൾ ടാക്സ് കൊടുത്തു. ആ ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആ ടാക്സ് നിങ്ങൾ അതേപടി ഫൈനൽ പ്രൈസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് എന്താ പറഞ്ഞേ? അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആ ടാക്സ് നിങ്ങൾ ഫൈനൽ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫൈനലി ഉള്ള നിങ്ങൾ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാന്ന് പറയുന്നു. സോ എന്താ? ഈ കമ്പനി
ഈ 50 രൂപ അവരുടെ ഫൈനൽ പ്രൈസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. 1000 രൂപയുടെ നേരത്തെ, ഇപ്പം 1000-ന്ന് 50 കുറഞ്ഞ് 950 ആയിരിക്കും എന്ത്, ഈ പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസ്. സോ ഇതിന് മേലെ എന്ത് ചെയ്യും, ഗവൺമെന്റ് 10% എക്സൈസ് ഡ്യൂട്ടി ലീവ് ചെയ്യും. വിച്ച് മീൻസ് 95 രൂപ ആഡ് ചെയ്യണം. സോ 1045 ആയിരിക്കും ഇതിന്റെ ഫൈനൽ പ്രൈസ്. സോ നമ്മൾ പറഞ്ഞു എല്ലാ കമ്പനിയും എന്താ ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുക ചെയ്യുന്നത്. സോ 1045 രൂപയ്ക്ക് ഈ പറഞ്ഞ ഉൽപ്പന്നം വിൽക്കുമ്പോൾ, 1045 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുന്ന വേളയിൽ വി ക്യാൻ സി ഇതിൽ 95 എന്താ, ടാക്സാ. ഈ എൻറ്റയർ 95 എന്ത് ചെയ്യണ്ട, ഗവൺമെന്റിലേക്ക് പേ ചെയ്യണ്ട. ഇൻസ്റ്റഡ് 95 നിന്ന് 50 രൂപ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ക്ലെയിം ചെയ്യാം. സോ ഫ്രം ദിസ് 95 they can claim 50 rupees as input tax or more VAT credit എന്ന് പറഞ്ഞിട്ട് 50 രൂപ എന്ത് ചെയ്യാം, അവർക്ക് ക്ലെയിം ചെയ്യാം. കാരണം എന്താ, അവർ സാധനം വാങ്ങിച്ചപ്പോ, ഓൾ ഇൻപുട്ട് വാങ്ങിച്ചപ്പോ അവർ കൊടുത്ത നികുതിയാണെന്ത്, ഈ 50 രൂപ. ഈ 50 രൂപ എന്ത് ചെയ്യാം, അവർക്ക് ക്ലെയിം ചെയ്യാം. ബാക്കി 45 എന്ത് ചെയ്താൽ മതി, ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. സോ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു, അവർ കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സ് അവരെന്ത് ചെയ്യുമായിരുന്നു, ഫൈനൽ പ്രൈസിന് ആഡ് ചെയ്യും. അങ്ങനെ 1000 രൂപയായിരിക്കും ഐറ്റത്തിന്റെ വില, ബേസ് പ്രൈസ്. അതിന് മേലെ 10% എക്സൈസ് തീരുവ, വിച്ച് മീൻസ് 1700 ആയിരിക്കും ഉൽപ്പന്നത്തിന്റെ വില. ഈ 100 രൂപ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. ഇതായിരുന്നു നേരത്തെ കേസ്. ഇപ്പൊ എന്താ, അവർ കളക്ട് ചെയ്യുന്ന 95 റുപ്പീസില് 50 രൂപ എന്ത് ചെയ്യാം, ഇൻപുട്ട് ടാക്സ് ആയിട്ട്, അല്ലെങ്കിൽ അവർ കൊടുത്ത സാധനം വാങ്ങിച്ചപ്പോ കൊടുത്ത ടാക്സ് അവർക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ബാക്കി 45 മാത്രം ഗവൺമെന്റിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ പറയും, സാറേ നഷ്ടമല്ല ഇത് എന്ന് പറയും. പക്ഷെ പറയട്ടെ, ഇങ്ങനെ വെക്കുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, ഉൽപ്പന്നത്തിന്റെ വില എന്ത് ചെയ്തു, കുറഞ്ഞില്ലേ, 1045 1100. മറ്റൊരു ഗുണം, ആളുകൾ ടാക്സ് കംപ്ലൈന്റ് ആയിരിക്കും. കംപ്ലൈന്റ് എന്ന് വെച്ചാൽ കംപ്ലയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആളുകൾ വിൽ ഇഷ്യൂ ടാക്സ് കംപ്ലയൻസ് ഓർ ദേ വിൽ ബി ടാക്സ് കംപ്ലൈന്റ്. അതിന് കാരണം എന്താ, ഇവർ ഉൽപ്പന്നം വാങ്ങുമ്പോഴും ഉൽപ്പന്നം വിൽക്കുമ്പോഴും ബില്ല് ചെയ്യും. അവരെന്ത് ചെയ്യും, ബില്ല് ചെയ്യും. നമ്മളൊന്ന് കണ്ടോ, ദൃശ്യ സിനിമയ്ക്കകത്ത് ബില്ല് വേണ്ടവർക്ക് ഒരു രജിസ്റ്റർ, ബില്ല് വേണ്ടാത്തവർക്ക് ഒരു രജിസ്റ്റർ. സോ when there is this more VAT credit, കമ്പനി എന്ത് ചെയ്യണം, സാധനം വാങ്ങുമ്പോൾ ബില്ല് ചെയ്ത് തന്നെ വാങ്ങണം. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ കൊടുത്ത നികുതി ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ സാധനം വിൽക്കുമ്പോഴും അതെന്ത് ചെയ്യണം, ബില്ല് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അത് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. ആൻഡ് യു ക്യാൻ സി, ഈ പറഞ്ഞ എക്സൈസ് ഡ്യൂട്ടിയുടെ കാസ്കേഡിംഗ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് മോഡ് വാറ്റ്. ആൻഡ് ഇത് കൂടാതെ തന്നെ മോഡ് വാറ്റിനെ പിന്നെ എന്ത് ചെയ്തു, 2000 ഗവൺമെന്റ് റിവൈസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിവൈസ്ഡ് ആസ് സെൻ വാറ്റ്. ആൻഡ് സെൻ വാറ്റ് വരാൻ കാരണം, ഇൻ ദി സെൻ വാറ്റ് the companies can claim the service tax paid on services also. So mode VAT only excise duty paid on input can be claimed. So mode VAT എന്താ പറ്റുള്ളായിരുന്നു, in the mode VAT only excise duty, നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇൻ ദ മോഡ് വാറ്റ് regime, the companies can claim input tax paid on excess duty paid on inputs only. എക്സൈസ് ഡ്യൂട്ടി മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ മോഡ് വാറ്റിനകത്ത്.
എന്നാൽ സെൻവാറ്റിനകത്ത് the companies can claim both excise duty and service tax. So service tax അവർക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് കൊടുത്തപ്പോ, സോ ഇൻപുട്ട് വാങ്ങിച്ചപ്പോ, ഇൻപുട്ട് സമയത്ത് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ സ്റ്റേജില് അവർ കൊടുത്ത സർവീസ് ടാക്സ്, അവർ കൊടുത്ത എക്സൈസ് ഡ്യൂട്ടി, ഇത് രണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, സെൻവാറ്റ് എന്ന് പറഞ്ഞിരിക്കുക. സോ സെൻവാറ്റും മോഡ്വാറ്റും എന്ത് തന്നെയാണ്, എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ്, പേര് മാത്രം മാറുന്നു. സെൻവാറ്റ് മീൻസ് സെൻട്രൽ വാല്യൂ അഡഡ് ടാക്സ്, അതാണ് സെൻവാറ്റ്. മോഡ്വാറ്റ് മീൻസ് മോഡിഫൈഡ് വാല്യൂ അഡഡ് ടാക്സ്, മോഡിഫൈഡ് വാല്യൂ അഡഡ് ടാക്സ്, ദെൻ മറ്റൊരു ടാക്സ് ആണ്. ഇത് ക്ലിയർ ആണോ? Is this clear? Is this clear? Okay. Okay. മറ്റൊരു ടാക്സ് ആണ് സെയിൽസ് ടാക്സ്. സോ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് കളക്ടഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ നമ്മൾ നേരത്തെ കണ്ട എക്സൈസ് ഡ്യൂട്ടി is levied on production ആണെങ്കിൽ സെയിൽസ് ടാക്സ് ഈസ് levied on സെയിൽസ് ആണ്. ഒരു ഉൽപ്പന്നം വിൽക്കുന്ന സമയം, ഒരു ഉൽപ്പന്നം വിൽപ്പന വേളയിൽ ചുമത്തുന്നതാണ് എന്ത്, സെയിൽസ് ടാക്സ്. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന വേളയിൽ ചുമത്തുന്നതാണ് എന്ത്, എക്സൈസ് ഡ്യൂട്ടി. സോ നിർമ്മാണ സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും ഒരു ഉൽപ്പന്നത്തിന്റെ സെയിൽസ് സമയത്ത് വരുന്നതാണ് സെയിൽസ് ടാക്സ്. ഇത് കളക്ട് ചെയ്യുന്ന ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ നാഷണൽ കേസ് ഒരു ഉൽപ്പന്നം വിൽക്കുന്ന വേളയിൽ സെയിൽസ് ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും ഇതെന്ന് പറഞ്ഞിരിക്കുക. സോ ഒരു ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസ് 100 രൂപ മേടിക്കുക, അതിന് മേലെ 10% എക്സൈസ് ഡ്യൂട്ടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തു, ബിക്കോസ് ദർ ഈസ് പ്രൊഡക്ഷൻ ഹാപ്പൻഡ്. സോ 1100 ആയി അതിന്റെ വില വർദ്ധിക്കും. ഇതിന് മേലെ എന്ത് ചെയ്യുന്നു, സംസ്ഥാന ഗവൺമെന്റ് എക്സൈസ് സെയിൽസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. 10% സെയിൽസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്ത് വെച്ചു. സോ എത്ര വരും? 11. സോ 121 ആയിരിക്കും ഫൈനൽ വില. സോ യു ക്യാൻ സീ സെയിൽസ് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ ഐറ്റം, ഓൺ ദ പ്രൈസ് ഓഫ് ഐറ്റം, ഇൻക്ലൂഡിംഗ് ദ എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെ ഉൽപ്പന്ന വിലയ്ക്ക് മേലെയാണെന്ന് സെയിൽസ് ടാക്സ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യും. ആൻഡ് സെയിൽസ് ടാക്സിലും സിമിലർ ടു എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സിലും ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് നോട്ട് ടു ഡിസ്കസ് മോഡ്വാറ്റ് ആൻഡ് സെൻവാറ്റ്, വി ഓൺലി ഡിസ്കസ് എക്സൈസ് ഡ്യൂട്ടി മാത്രം ഡിസ്കസ് ചെയ്തുള്ളൂ. കാരണം നാഷണൽ കേസ് എന്തുകൊണ്ട് സെയിൽസ് ടാക്സും എക്സൈസ് ഡ്യൂട്ടി രണ്ടും വരുന്നുണ്ട്. സോ നമ്മൾ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഓൺലി ഡിസ്കസ്ഡ്, എന്ത് മാത്രം ഡിസ്കസ് ചെയ്തുള്ളൂ, വി ഓൺലി കൺസിഡേർഡ് ഈ പറഞ്ഞ എക്സൈസ് ഡ്യൂട്ടി മാത്രം കൺസിഡർ ചെയ്തത്. പക്ഷെ ആക്ച്വൽ അറിവില് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽസ് ടാക്സും രണ്ടും വരുന്നതാണ്. ആൻഡ് സെയിൽസ് ടാക്സിലും വി ക്യാൻ സീ ദെയർ വാസ് എ മോഡിഫിക്കേഷൻ. അതാണ് നമ്മുടെ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. സോ 2005 ഈ വാറ്റ് വരുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ വാറ്റുമില്ല, സെയിൽസ് ടാക്സും ഇല്ല, രണ്ടും എന്ത് ചെയ്തു, GSTയിലേക്ക് മെർജ് ചെയ്തു. സോ വാറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം ആണ്. സപ്പോസ് ദർ ആർ 2 കമ്പനീസ്, എ ഉണ്ട്, ബി ഉണ്ട്. ആൻഡ് എ ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തു, അത് വിൽക്കാൻ പോവാണ്. Suppose I'll show you an example. Suppose there is A and B, and A ഒരു ഉൽപ്പന്നം 100 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഉൽപ്പന്നം വിൽക്കാൻ പോവാണ്. ആൻഡ് ബി എന്ത് ചെയ്യുന്നു, ആ ഉൽപ്പന്നം വാങ്ങുന്നു ബൈ ഗിവിംഗ് 100 along with the VAT tax. സോ 100 രൂപയാണ് ഇതിന്റെ ബേസ് പ്രൈസ്. അതിന് മേലെ 10% വാറ്റ് കൂടെ എന്ത് ചെയ്യുന്നു, ബി കൊടുക്കുന്നു. വിച്ച് മീൻസ്
110 രൂപയ്ക്കായിരിക്കും ബി ഈ സാധനം വാങ്ങുന്നത്. ആൻഡ് ഈ സാധനം വാങ്ങിച്ചിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു പുതിയ വാല്യൂ അഡീഷൻ നടത്തുന്നു, ഒരു പുതിയ ഉൽപ്പന്നം നിർമ്മിക്കുന്നു. ആൻഡ് വി ക്യാൻ സി ദ കോസ്റ്റ് ഓഫ് ഇൻപുട്ട് എത്ര? 110 ഇൻക്ലൂഡിംഗ് വാറ്റ്. ഇപ്പൊ നടത്തുന്ന വാല്യൂ അഡീഷൻ സപ്പോസ് ഇറ്റ് ഈസ് 200. അതായത് അവർ അഡീഷണൽ വരുത്തിയ മാറ്റങ്ങൾ വാല്യൂ അഡീഷൻ എന്ന് വെച്ചാൽ 200. ആൻഡ് they will get a VAT refund of 10. കാരണം എന്താ? 10 രൂപ ഇനിഷ്യലി കൊടുത്തതല്ലേ. ഒരു കമ്പനി ഇനിഷ്യലി കൊടുത്ത ഇൻപുട്ട് ടാക്സ് അവർക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ടാക്സ് എന്ന് ക്ലെയിം ചെയ്യുമെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് 110 ഇൻപുട്ട് കോസ്റ്റ്, 200 വാല്യൂ അഡീഷൻ, 310 ആവുമെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല? ബേസ് പ്രൈസ് ആയിട്ട് 310 വരില്ല. കാരണം എന്താ? 10 രൂപ വാല്യൂ അഡീഷൻ കിട്ടും അവർക്ക്. സോ 10 രൂപ റിഡക്ഷൻ കിട്ടും. അവരെന്ത് ചെയ്യും? വാല്യൂ അഡീഷൻ 10 രൂപ റിഡക്ഷൻ കിട്ടും. സോ എന്ത് ചെയ്യും? 300 ആയിരിക്കും ഇതിന്റെ ബേസ് പ്രൈസ്. 20 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ആൻഡ് അതിന് മേലെ എന്ത് വരുന്നു? ഗവൺമെന്റ് വാറ്റ് ഇമ്പോസ് ചെയ്യുന്നു. സോ 330 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ആ 30 രൂപ എന്ത് ചെയ്തു? ഈ കമ്പനി കളക്ട് ചെയ്തു. ഈ എൻഡിന് 30 എന്ത് ചെയ്യണ്ട? കമ്പനി ഗവൺമെന്റിലേക്ക് പേ ചെയ്യണ്ട. ദേ ഹാവ് ടു പേ 30 മൈനസ് 10, 20 മതി, പേ ചെയ്താൽ മതി. ആൻഡ് ദിസ് ഈസ് വാറ്റ്. വാറ്റ് റെജിമില് യു ക്യാൻ സി സിമിലർ ടു എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടിയിൽ ഉണ്ടായ മാറ്റം മോഡ് വാറ്റും സെഡ് വാറ്റുമായും ഉണ്ടായ മാറ്റം അതേപോലെ തന്നെ വി ക്യാൻ സി വാറ്റിലും സെയിൽസ് ടാക്സിലും ഗവൺമെന്റ് ഒരു മാറ്റം കൊണ്ടുവന്നു. അതാണ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. സോ എന്താ? ഒരു കമ്പനി ഉണ്ട്, ഒരു കമ്പനി എ ഉണ്ട്, ബി ഉണ്ട്. ആൻഡ് എ എന്ന് പറഞ്ഞ കമ്പനി 100 വാല്യൂഷൻ നടത്തി തുച്ഛമായ ടാക്സ് അതിന് മേലെ ഇമ്പോസ് ചെയ്ത് വിറ്റു. ബി എന്ന് പറഞ്ഞ കമ്പനി ഈ സാധനം വാങ്ങിച്ച് 200 രൂപ വാല്യൂ ആഡ് ചെയ്തു, അതിന് 300 രൂപയ്ക്ക് വിൽക്കാൻ പോവാണ്. അതിന് മേലെ ഈ പറഞ്ഞ 30 രൂപ ടാക്സ് കട്ട് ചെയ്തു. എന്നാൽ 30 രൂപ എൻറ്റയർലി ഗവൺമെന്റിലേക്ക് ഇവർ പേ ചെയ്യേണ്ട. ദേ നീഡ് ടു പേ ടാക്സ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ വാറ്റ് ക്രെഡിറ്റ്. അവർക്ക് കിട്ടിയ, അവർ കൊടുത്ത, ബി കൊടുത്ത ഇനിഷ്യൽ ടാക്സ്, ബി കൊടുത്ത ഇൻപുട്ട് വാറ്റ് ടാക്സ്, ബി കൊടുത്ത ആദ്യം കൊടുത്ത വാറ്റ് എന്ത് ചെയ്യാം? ബിക്ക് റെഡ്യൂസ് ചെയ്യാം. ബാക്കി 20 എന്ത് ചെയ്താൽ മതി? ബി ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. സോ ഹിയർ വി ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് വാല്യൂ അഡിഷൻ, if we look the VAT tax regime in detail, നമ്മൾ VAT regime ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ we can see government is actually taxing the value addition മാത്രമാണ്. ഈ കമ്പനികൾ നടത്തുന്ന വാല്യൂ അഡിഷന് മേലെ മാത്രമാണ് എന്ത്? ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഈസ് കളക്ടിങ് ടാക്സ് only on the value addition നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, 10 രൂപ എന്ന് പറയുമ്പോൾ എ നടത്തിയ വാല്യൂ അഡിഷൻ ആണ്. 20 രൂപ എന്ന് പറയുമ്പോൾ ബി നടത്തിയ വാല്യൂ അഡിഷൻ ആണ്. സോ ദാറ്റ് ഈസ് വൈ ഇതിനെ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാൻ കാരണം. സോ കമ്പനികൾ നടത്തുന്ന വാല്യൂ അഡിഷന് മേലെ മാത്രമാണ് എന്ത്? ഇവിടെ ടാക്സ് വരുന്നത്. സോ ദിസ് ഈസ് വാറ്റ്. ഇനി പറയട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാസ്കേഡിംഗ് എഫക്റ്റ് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവാനായിട്ട് I can show you an example. So this was a news which came in a newspaper during 2021 November. So നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കോവിഡ് കാലത്ത് whenever there was reduction in the crude oil price, the government did not provide that benefit to the customer. Instead, ആ സമയത്തൊക്കെ ടാക്സ് കൂട്ടിയിരുന്നു. സോ അങ്ങനെ 2021 നവംബർ ഒക്കെ ആയപ്പോൾ ഇന്ത്യയില് വിലക്കയറ്റം രൂക്ഷമായി, പണപ്പെരുപ്പ് രൂക്ഷമായി. ആ സമയത്ത് RBI കേന്ദ്ര ഗവൺമെന്റിനോട് ഏർജ് ചെയ്തു, നിങ്ങൾക്ക് ടാക്സ് കുറയ്ക്കണം, കാരണം ഞങ്ങൾ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തു, എന്നിട്ടൊന്നും ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ യു ഹാവ് ടു റെഡ്യൂസ് ദ എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഡീസലിന് മേലെ 10 രൂപയും പെട്രോളിന് മേലെ 5 രൂപയും നവംബറിൽ കുറച്ചു.
അതുപോലെ പിന്നീട് ഏപ്രിലും കുറയ്ക്കുന്നുണ്ട്. 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഡീസലിന് 10 രൂപ, പെട്രോൾ 5 രൂപ എന്ന രീതിയിൽ കുറയ്ക്കുമ്പോൾ കേന്ദ്രം പറഞ്ഞു സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? സംസ്ഥാന ഗവൺമെന്റുകളും they have to reduce the tax rate. സംസ്ഥാനവും ടാക്സ് റേറ്റുകൾ കുറയ്ക്കണം. അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്, അതുപോലെ UP, ഗുജറാത്ത്, അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് ഭാഗമായിട്ട്, അല്ല കേന്ദ്ര ഗവൺമെന്റ് കുറച്ചപ്പം സംസ്ഥാന ഗവൺമെന്റ് കുറച്ചു. എന്നാൽ കേരളം എന്ത് ചെയ്തു? കേരളം പറഞ്ഞു വി ആർ നോട്ട് ഗോയിങ് ടു റെഡ്യൂസ് ദ ടാക്സ് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ ഒരു പേപ്പറിൽ മാത്രം ഈ ഒരു വാർത്ത വന്നു. ഞാൻ പേപ്പർ ഏതെന്ന് പറയത്തില്ല. സോ കേരളത്തിലെ ഒരു പേപ്പറിൽ മാത്രം ഈ വാർത്ത വന്നു. 1.56, ഡീസൽ 2.30, കേരളവും കുറച്ചു. ദിസ് വാസ് ദ ന്യൂസ് വിച്ച് കെയിം ഇൻ എ ന്യൂസ് പേപ്പർ ഇൻ കേരള. നോക്കുവാണെങ്കിൽ ഇവർ തെറ്റ് പറഞ്ഞിട്ടില്ല. ഈ പേപ്പർ മാത്രമേ വന്നുള്ളൂ കേട്ടോ. പേപ്പർ മനസ്സിലാക്കണമല്ലോ. ഈ പേപ്പർ മാത്രമേ വന്നിട്ടുള്ളൂ, വേറൊരു പേപ്പർ വന്നിട്ടില്ല. വേറൊരു പേപ്പറിൽ ഈ വാർത്ത വന്നില്ല. എന്ത്? കേരളം കുറച്ചു എന്നൊരു വാർത്ത വേറൊരു പേപ്പറിൽ വന്നില്ല. എന്നാൽ ഈ പേപ്പർ വന്നു. പറയട്ടെ, ദേ ആർ നോട്ട് ടെല്ലിംഗ് ലൈസ്. അവർ കള്ളം പറയുന്നില്ല, അവർ തെറ്റ് പറയുന്നില്ല. പക്ഷെ എന്താ പറഞ്ഞ വെച്ചാ ദേ ആർ ആക്ച്വലി യൂസിങ് എന്താണ് ആളുകളുടെ അവജ്ഞയെ അല്ലെങ്കിൽ ആളുകൾക്കുള്ള അറിവില്ലായ്മ എന്ത് ചെയ്യുന്നു? മുതലെടുക്കാൻ ശ്രമിച്ചാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ വിൽക്കുമ്പോൾ എക്സൈസ് ഡ്യൂട്ടിയും സെയിൽസ് ടാക്സും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേപോലെ വിൽക്കുന്നുണ്ട്. സപ്പോസ് പെട്രോളിന് ബേസ് പ്രൈസ് 100 എന്ന് വിചാരിക്കും. 100 ഇതിന്റെ ബേസ് പ്രൈസ്. ഇതിന് മേലെ 10 രൂപ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്ന വിചാരിക്കുക. ഓക്കെ, സോ 110 എന്ത്? എക്സൈസ് ഡ്യൂട്ടിയും ബേസ് പ്രൈസും ഉൾപ്പെടെയുള്ള പൈസ. ഇതിന് മേലെയാണ് എന്ത്? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് 10% സെയിൽസ് ടാക്സ് ചുമത്തുന്നത്. സോ 10% 110 11. സോ ഈ ടോട്ടൽ 121 എന്ത്? നമ്മുടെ പെട്രോളിന്റെ വില. 121 ആണ് പെട്രോളിന്റെ വില. ഈ സമയത്താണ് എന്ത്? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ദീപാവലി ബമ്പർ, ദീപാവലി ധമാക്ക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചത്. സോ അവർ കുട്ടികളെ തന്നെ അവർ കുറച്ചു. എന്നിട്ട് പറഞ്ഞ ദീപാവലി ധമാക്ക എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? 5 രൂപ കുറച്ചു. സോ നോക്കൂ, 100 രൂപ ബേസ് പ്രൈസ്, അതിന് മേലെ 5 രൂപ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് വന്നു? എക്സൈസ് ഡ്യൂട്ടിയും പെട്രോളിന്റെ ബേസ് പ്രൈസ് ഉൾപ്പെടെ ദ വാല്യൂ കംസ് അറ്റ് 105, 105 ആയിട്ട് ആ വാല്യൂ മാറി. ഇതിന് മേലെ എന്ത് വരും? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് 10% സെയിൽസ് ടാക്സ് ലഭിച്ചു, വിച്ച് മീൻസ് 10.5 രൂപ. സോ മൊത്തം എത്രയായി? 115.5 അല്ലെ? പക്ഷെ ഇവിടെ നോക്കുമ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് ഫസ്റ്റ് കേസില് 11 രൂപയായിരുന്നു ടാക്സ്. സെക്കൻഡ് കേസില് ഈ ടാക്സ് എന്താ? 10 രൂപയായി. ആൻഡ് യു ക്യാൻ സി ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? സംസ്ഥാന ഗവൺമെന്റ് ഡിഡ് നോട്ട് റെഡ്യൂസ് ദ ടാക്സ്. സംസ്ഥാന ഗവൺമെന്റ് ടാക്സ് റേറ്റിൽ മാറ്റം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ദേ നെവർ ടച്ച്ഡ് ഓൺ ദ ടാക്സ് റേറ്റ്. ഈ ടാക്സ് റേറ്റില് ഒരു മാറ്റവും യാതൊരുവിധ ചേഞ്ചും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല. എന്നിരുന്നാലും 50 പൈസ എന്ത് ചെയ്തു? ഇവിടെ കുറഞ്ഞു. 50 പൈസ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു. നമ്മുടെ ഒരു പരസ്യം ഉണ്ടല്ലോ, മറ്റേ കാഡ്ബറി 5 സ്റ്റാറിന്റെ പരസ്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്നും ചെയ്യാതിരിക്കൂ പറഞ്ഞല്ലേ? അതാണിത്. അവരൊന്നും ചെയ്തില്ല, കൂട്ടിയുമില്ല കുറച്ചുമില്ല, ഒന്നും ചെയ്യാണ്ടിരുന്നു. അവരെന്ത് ചെയ്തു? ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ പ്രൈസ് എന്ത് ചെയ്തു? 50 പൈസ കുറഞ്ഞു. ആൻഡ് ഇവിടെ എന്തുകൊണ്ടാണ് ആ പൈസ കുറഞ്ഞത്? ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ്. നോക്കൂ, ഈ പറഞ്ഞ 10% സെയിൽസ് ടാക്സ് ചുമത്തുന്നത് എന്തിനു മേലെയാ? എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള എമൗണ്ടിന് മേലെയാണ്. ഈ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ എന്ന് പറയുമ്പോ എന്താണ്? എക്സൈസ് തീരുവയല്ലേ? സോ
കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ് ഉള്ള ഭാഗമായിട്ടാണ് എന്തുണ്ടായത്? വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ് ഈ 50 പൈസ കുറഞ്ഞു. സോ ഇതാണ് ആ വാർത്ത. സോ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് വിചാരിക്കും? സംസ്ഥാനം കുറച്ചു നല്ല വരുന്നുള്ളൂ. സംസ്ഥാനത്തിൽ പറഞ്ഞാൽ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കുറച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. സോ എന്താ ഉണ്ടായത്? അവര് ഒന്നും ചെയ്യാണ്ടിരുന്നപ്പോ എന്താ? ഓൾറെഡി കേന്ദ്രം കുറച്ചപ്പോ ഇവർ കൺസിഡർ ചെയ്യുന്ന ബേസ് എമൗണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ എന്താ? ഇവിടെയും വില കുറഞ്ഞു. ഇതായിരുന്നു ഇഷ്യൂ. സോ കാസ്കേഡിംഗ് എഫക്റ്റിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ഡീസലിന്റെയും പെട്രോളിന്റെയും വിലയുണ്ടായ മാറ്റം. സോ ഐ നോ ഐ ഹാവ് എക്സീഡഡ് 5 minutes. ഞാൻ ഈ ടോപ്പിക് തീർക്കാൻ വേണ്ടി എടുത്താണ്. സോ ഐ തിങ്ക് വി ക്യാൻ എൻഡ് ദി സെഷൻ. നമ്മൾ കഴിഞ്ഞു. ആൻഡ് ഇൻ ദ കമ്മിങ് ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ വിൽ ബി സ്റ്റാർട്ടിങ് ദ ഡിസ്കഷൻ ഓഫ് GST. നമ്മൾ കഴിഞ്ഞ 2 ടാക്സ് പറയാനുള്ളത്, അത് എളുപ്പമാണ്, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. സോ അടുത്തായിട്ട് പഠിക്കാനുള്ളത് GST ആണ്, ചരക്ക് സേവന നികുതിയാണ്. അത് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. So when we are discussing GST, you need to discuss the basic concepts, the basic changes which is happening in the present scenario. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. സോ വേറെ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. എന്ത് പറയുന്നു എല്ലാവരും? കുറെ പേര് പോയല്ലോ. ഒരു 7:30 അപ്പം കുറെ പേര് ഇങ്ങനെ ലീവ് ചെയ്തു. 10-11 പേരോടുണ്ടായിരുന്നു. നടക്കട്ടെ. സോ shall end the session? ഓക്കെ. അതുപോലെ നിങ്ങളുടെ അഭ്യാസ് 3 ഒന്നെങ്കിൽ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ ഈ വെള്ളിയാഴ്ച തരാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ തരാം. ഓക്കെ, ശരി, ബൈ.